ഏപ്രിൽസ് ഗുഡ് സ്റ്റോറീസിലേക്ക് ഏവർക്കും സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നോവൽ സ്വർണം, അധ്യായം 10. ആവേശത്തോടെ കാളിചരണിനെയും മണിക്കുട്ടനെയും പ്രോത്സാഹിപ്പിക്കുകയായിരുന്ന കാഴ്ചക്കാർ പെട്ടെന്ന് പകച്ചുപോയി. തുറന്ന വായും കരഘോഷത്തിന് വിടർത്തിയ കൈപ്പത്തികളും നിശ്ചലം. മണിക്കുട്ട, ചാടിക്കോട. പാഞ്ഞലച്ചു വരുന്ന വെള്ളം ജീപ്പിന്റെ പുറത്തേക്കും അകത്തേക്കും അടിച്ചിറങ്ങുന്നതിനിടയിൽ കാളിചരണിന്റെ ഒച്ച അത്രയും മാത്രം കേട്ടു മണിക്കുട്ടൻ. അഡ്വഞ്ചറസ് ഡ്രൈവിങ്ങുകളിൽ ഇത്തരം സാഹചര്യങ്ങൾ അവർക്ക് സുപരിചിതമാണ്. അതുകൊണ്ട് തന്നെ ചലനങ്ങളും ചടുലമായിരുന്നു. മിന്നൽ വേഗത്തിൽ സീറ്റ് ബെൽറ്റ് അഴിച്ച് അവർ ഇരുവശത്തേക്കും ചാടി. പക്ഷേ ജലത്തിന്റെ കുത്തൊഴുക്കിനിടയിൽ മണിക്കുട്ടൻ പാറയിടുക്കിലേക്ക് പോയി. അണ്ണാ! വെള്ളത്തിന്റെ ഹുങ്കാരത്തിനിടയിൽ അവന്റെ ശബ്ദം. വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്ന കാളി കണ്ടു. വെള്ളത്തിനടിയിലൂടെ റോഡിനു കുറുകെ 2 മരങ്ങളിലായി വലിച്ചു കെട്ടിയിരിക്കുന്ന അയൺ റോപ്പ്. ചതി. ജീപ്പിന്റെ വേലുകൾ അപ്പോഴും അന്തരീക്ഷത്തിൽ കറങ്ങിക്കൊണ്ടിരുന്നു. ശക്തമായ ഒഴുക്ക് അതിനെ ഏതു നിമിഷവും താഴേക്ക് മറിക്കും എന്ന് തോന്നി. ആദ്യത്തെ നടുക്കം വിട്ടുണർന്ന കാണികളും വോളണ്ടിയേഴ്സും മുന്നോട്ട് കുതിച്ചു. അവർ കാളിചരണിന്റെ കൈ പിടിച്ച് വെള്ളത്തിൽ നിന്ന് വലിച്ചു കയറ്റി. മണിക്കുട്ടൻ അവനെന്തിയെ? വായിലെ വെള്ളം തുപ്പിക്കളഞ്ഞിട്ട് കാളി ചുറ്റും നോക്കി. അതാ ഒരാൾ താഴത്തെ ഒഴുക്കിലേക്ക് കൈ ചൂണ്ടി. തോട്ടിലേക്ക് ചാഞ്ഞുകിടന്ന ഒരു കുറ്റിക്കാട്ടിൽ പിടിച്ച് കുത്തൊഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ഉയരാൻ ശ്രമിക്കുന്ന മണിക്കുട്ടനെ കാളി കണ്ടു. പിടിവിട്ടാൽ പിന്നെ നോക്കണ്ട. നേരെ ചെന്ന് പതിക്കുന്നത് മദാമക്കുളത്തിലെ പാറയിലായിരിക്കും. അവിടെ നിന്ന് താഴേക്ക് പോയാൽ. ആരോ പറയുന്നത് കാളിചരൺ കേട്ടു. ഇതിനിടെ ദുർഘടമായ തോട്ടിൻകരയിലൂടെ ചിലർ മണിക്കുട്ടന്റെ അടുത്തേക്ക് പോയി. വളരെ പ്രയാസപ്പെട്ട് അവർ അവനെ വലിച്ച് കരയ്ക്ക് കയറ്റി. മണിക്കുട്ടന്റെ നെറ്റിയിൽ നിന്നും കൈകാൽ മുട്ടുകളിൽ നിന്നും ചോര പതച്ചൊഴുകുന്നുണ്ടായിരുന്നു. അവന് ശരിക്ക് നടക്കാൻ പോലും ആയില്ല. എങ്കിലും വിളിച്ചു പറഞ്ഞു, അണ്ണാ, ഐ ആം ഓൾ റൈറ്റ്. മറ്റുള്ളവരുടെ സഹായത്തോടെ അവർ റോഡിലെത്തി. കാളിചരണിന് കലിയിളകി. അവൻ വോളണ്ടിയർമാരിൽ ഒരുവന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. ചതിക്കാൻ നീയൊക്കെ കൂട്ടുനിന്നു അല്ലേടാ? ഇല്ല കാളേ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അവൻ വിറച്ചുപോയി. ഇങ്ങനെയൊന്ന് ചിന്തിക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റുമോ? മാത്രമല്ല തൊട്ടു മുൻപും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതല്ലേ? അപ്പോഴൊന്നുമില്ലാത്ത ഈ ഇരുമ്പുകയർ ഇപ്പോൾ എങ്ങനെ വന്നെന്ന് അല്ലേ? വെള്ളത്തിന്റെ ഹുങ്കാരത്തിനിടയിൽ കാളിയുടെ ശബ്ദമുയർന്നു. പരിഹാസം നിറഞ്ഞ ഒരു ഭാവം അവന്റെ മുഖത്തുണ്ടായി. മറ്റു വാഹനങ്ങൾ പോയപ്പോഴും ഈ കയർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ പോലും. പക്ഷേ താഴ്ത്തിയിട്ടിരുന്ന ഈ കയർ അവസാന റൗണ്ടിൽ ഞാൻ വരുമ്പോഴേക്കും ആരോ വലിച്ചു മുറുക്കി. വെള്ളത്തിനടിയിലായതുകൊണ്ട് ആരും ശ്രദ്ധിച്ചില്ലെന്ന് മാത്രം. കാളിചരണിന്റെ കണ്ണുകൾ ചുറ്റും തിരിഞ്ഞു. ഒരുപക്ഷെ ഇക്കൂട്ടത്തിൽ തന്നെ ഇത് ചെയ്തവരുണ്ടാവാം. പോട്ടെ, ഐ എം സോറി. അവൻ വോളണ്ടിയറിന്റെ ഷട്ടിൽ നിന്ന് പിടിവിട്ട് കോളർ നേരെ വെച്ചു കൊടുത്തു. മറ്റു വോളണ്ടിയർമാർ അപ്പോഴേക്കും വോക്കി ടോക്കിയിലൂടെ തവളപ്പാറയിലുള്ളവർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. റേസിംഗ് തൽക്കാലം നിർത്തിവെക്കുക. എത്രയും വേഗം റിക്കവറി വെഹിക്കിൾ ഇവിടേക്ക് അയക്കുക. അണ്ണാ, എന്നാലും. മണിക്കുട്ടൻ തളർച്ചയോടെ ഒരു കല്ലിലിരുന്നു. അവസാന നിമിഷമുണ്ടായ ഈ സംഭവം അവന് സഹിക്കാനാവുന്നില്ല. സാരമില്ലടാ. കാളി അവന്റെ തോളിൽ കൈവച്ചു. പക്ഷെ തലയ്ക്ക് മീതെ കത്തിക്കൊണ്ടിരുന്ന സൂര്യൻ കാളിയുടെ കണ്ണുകളിലേക്ക് ഇറങ്ങി വരുന്നത് മണിക്കുട്ടൻ കണ്ടു. ഇത് ചെയ്യിച്ചവരെ എനിക്കറിയാം. ഇന്നിനി അവനൊന്നും ഒരു റേസിംഗിൽ പങ്കെടുക്കില്ല. എടുപ്പിക്കില്ല ഞാൻ. അവന്റെ നെഞ്ച് അന്തക്ഷോഭത്തിൽ വല്ലാതെ ഉയർന്നു താണു. തവളപ്പാറയിൽ നിന്ന് റിക്കവറി വെഹിക്കിൾ എത്തി. വിവരമറിഞ്ഞ് അതിനു പിന്നാലെ ധാർ ജീപ്പിൽ വാസുകിയും അവളുടെ പട്ടിയും. കാളി! വാസുകി അവന്റെ അരികിൽ പാഞ്ഞെത്തി. ചതിയാണ് അല്ലേടാ? അവനൊന്ന് മൂളി. അവൾ ഒരു ടവലെടുത്ത് അവന് കൊടുത്തു. തല തുടയ്ക്ക്. പിന്നെ മറ്റൊരു തുണിയെടുത്ത് മണിക്കുട്ടന്റെ ചോരയൊപ്പി. റിക്കവറി വെഹിക്കിളിൽ നിന്ന് ഉരുക്കു കയർ കെട്ടി കാളിയുടെ ജീപ്പ് ഉയർത്തി. ചത്ത ജീവിയെ പൊക്കുന്നതുപോലെ. അതിൽ നിന്ന് വെള്ളം ഒഴുകി വന്നു. ജീപ്പ് ഒരു വശത്തേക്ക് മാറ്റി നേരെ വെച്ചു. കാളിചരൺ അതിൽ കയറിയിരുന്നു. സ്റ്റാർട്ട് ചെയ്തു നോക്കി. 3ാമത്തെ ശ്രമത്തിൽ അത് സ്റ്റാർട്ടായി. ബോണറ്റിൽ നിന്ന് പൊട്ടലും പുകയും ഉയർന്നു. മലർന്നു കിടന്നതിനാൽ എഞ്ചിനുള്ളിൽ വെള്ളം കയറിയില്ല. ഒരുപക്ഷെ ഓയിൽ ലീക്കായി കാണും. ബോഡി കാലുകൾ ഇളകിയ ഷെഡ് പോലെ ഒരു വശത്തേക്ക് കോടിപ്പോയി. വാസുകി, നിന്റെ ജീപ്പൊന്ന് മാറ്റിക്കേ. കാളി അലറി. കാര്യം മനസ്സിലായതുപോലെ മണിക്കുട്ടനും വല്ല വിധേനയും വന്ന് ജിപ്സിയിൽ കയറി. കാളി! വാസുകി എന്തോ പറയാനാഞ്ഞു. മാറ്റടി. അവന്റെ ശബ്ദം മലമടക്കുകളിൽ പ്രതിധ്വനിച്ചു. അവൾ വേഗം ധാർ പിന്നോട്ടെടുത്ത് ഒരു ചെരിഞ്ഞ ഭാഗത്തേക്ക് കയറ്റി നിർത്തി. മിന്നൽ പോലെ ജിപ്സി തവളപ്പാറയിലേക്ക് പാഞ്ഞു. അതിന്റെ ബോഡി ഏതു നിമിഷവും ഇളകി വീഴുമെന്നതുപോലെ കുലുങ്ങിക്കൊണ്ടിരുന്നു. മണിക്കുട്ടൻ വേദന കടിച്ചമർത്തി.
കാളിചരണിൻ്റെ പോക്കിലെ അപകടം മണത്തെറിഞ്ഞ വാസുകി അവൻ്റെ പിന്നാലെ തൻ്റെ ജീപ്പും വിട്ടു. ചെയ്യാൻ പോകുന്ന ഉദ്യമത്തിൽ നിന്ന് എങ്ങനെയും അവനെ പിന്തിരിപ്പിക്കണം. അപ്പോൾ തവളപ്പാറയിൽ അലിമാവോ ബ്രദേഴ്സ് ആഹ്ലാദത്തിലായിരുന്നു. ആരോ പണി കൊടുത്തത് അവന്. അതെങ്ങനെയാ? ഏതു വഴിയിന്നും പണി വരുന്ന കാര്യങ്ങൾ ഒരുപാട് ചെയ്തു വച്ചിട്ടുണ്ടല്ലോ അവൻ. രാജസ്ഥാനിലും കൽക്കത്തയിലും ഉൾപ്പെടെ. മിസ്റ്റർ വിൻസെൻ്റ്, പൊടുന്നനെ പിന്നിൽ നിന്ന് പഞ്ചാബി വിളിച്ചു. എനിക്കറിയാം, ഈ സംഭവത്തിൻ്റെ പിന്നിൽ നിന്റെ കൈകളാണ്. വിൻസെൻറ്റിൻ്റെ മുഖം വിറച്ചു. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, തൻ്റെ താടി മീശയും ഉൾപ്പെടെ ഞാൻ കത്തിച്ചു കളയും. ക്യാഹേ? പഞ്ചാബി നെറ്റിച്ചുളിച്ചു. കുന്തം. ജാക്സൺ അലിമാവോ ഷർട്ടിൻ്റെ കൈകൾ മുകളിലേക്കൊന്ന് തള്ളി. അപ്പോൾ എല്ലാവരും കണ്ടു. ഒടിഞ്ഞതുപോലെ പാഞ്ഞു വരുന്ന കാളിചരണിൻ്റെ ജിപ്സി. അലിമാവോ ബ്രദേഴ്സ് നെറ്റിച്ചുളിച്ച് പരസ്പരം നോക്കി. അവൻ്റെ ലക്ഷ്യം നമ്മളാ. ഇളയവനായ റോക്കി വിളിച്ചലറി. ചരിഞ്ഞ പാറയുടെ മുകളറ്റത്തേക്ക് കയറ്റിയിരുന്ന അവരുടെ ജീപ്പ് അഗാധമായ കൊക്കയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. വണ്ടിയിൽ കയറിക്കോടാ പറഞ്ഞതും വിൻസെൻ്റ് ഡ്രൈവിംഗ് സീറ്റിലേക്ക് ചാടി വീണു. മറ്റു 2 പേർക്കും കയറാൻ കഴിഞ്ഞില്ല. അതിനു മുൻപ് പാറയിലൂടെ ജിപ്സി തൊട്ടു മുന്നിലെത്തി. നായ്ക്കളെ, ചതി പൊറുക്കുന്നവനല്ല ഈ കാളി. അവൻ ഗർജിച്ചതും ജിപ്സി അലിമാവോ ബ്രദേഴ്സിൻ്റെ ഹൈസ്പീഡ് ജീപ്പിൽ വന്നിടിച്ചതും ഒന്നിച്ചായിരുന്നു. അവിടെയുണ്ടായിരുന്ന മറ്റു ഡ്രൈവർമാരിൽ നിന്നും കാണികളിൽ നിന്നും ഒരു നിലവിളിയുണ്ടായി. എടാ! വിൻസെൻ്റ് കൈ ഉയർത്തി അരുതെന്ന് ആംഗ്യം കാണിച്ചു. പക്ഷേ ഭയങ്കരമായ ഒരു ശബ്ദത്തോടെ ജിപ്സി ഹൈസ്പീഡ് ജീപ്പിനെ ഇടിച്ചു നിരക്കി. ആന കുത്തിമറിച്ചതുപോലെ വിൻസെൻറ്റിൻ്റെ ജീപ്പ് താഴേക്ക് മറിഞ്ഞു. പാറകളിൽ തട്ടി അത് കരണം മറിഞ്ഞു. പിന്നെ ഡോറും ടയറും തകർന്ന് കൊക്കയിലേക്ക് പറന്നുപോയി. ഭയ്യ! ജാക്സണും റോക്കിയും ഒന്നിച്ചു വിലപിച്ചു. പിന്നാലെ വന്ന വാസുകിയിൽ നിന്നും ഉണ്ടായി ഒരു വിളി. കാളി! കാളിചരൺ ബ്രേക്ക് ആഞ്ഞമർത്തി. മുൻവീലുകളുടെ പകുതി ഭാഗം കൊക്കയിലേക്കായി ജിപ്സി നിന്നു. മണിക്കുട്ടൻ കണ്ണുകൾ ഇറുക്കിയടച്ചു. അടുത്ത നിമിഷം കാളിചരൺ റിവേഴ്സ് ഗിയറിട്ട് ഒറ്റയെടുപ്പ് പിന്നിലേക്ക്. മുന്നിലെ ടയറുകൾ ഒന്ന് ഉയർന്നു വന്ന് പാറയിലിടിച്ചു. മറ്റുള്ളവർക്ക് ശ്വാസം വിലങ്ങിയ ഒരു നിമിഷം. കാളി ചാടിയിറങ്ങി. പിന്നെ മണിക്കുട്ടനെ താങ്ങിയിറക്കി. അവിശ്വസനീയ ഭാവത്തിൽ മണിക്കുട്ടൻ ചുറ്റും നോക്കി. കൊക്കയിലേക്ക് പോയ ജീപ്പിൻ്റെ പൊടി പോലും കാണാനില്ല. ഒരു ഇരുമ്പുപാട്ട കണക്കെ അത് ക്ഷേത്രത്തിനപ്പുറത്തെ അരുവിയിലെത്തിയിരുന്നു. പോയ ഭാഗത്തെ പുല്ലുകളും കുറ്റിക്കാടുകളും അമർന്നു കാണപ്പെട്ടു. വിൻസെൻ്റ് അലിമാവോ അവസാനിച്ചു. എല്ലാവരും ഉറപ്പിച്ചു. ജാക്സണും റോക്കിയും ഇതുവരെ നടുക്കത്തിൽ നിന്ന് മോചിതരായിട്ടില്ല. കാളി, നീ എന്താടാ ഈ കാണിച്ചത്? ജീപ്പിൽ ചാരി നിന്ന അവനെ വാസുകി പകച്ചു നോക്കി. പിന്നെ പിടിച്ചുകുലുക്കി. എൻ്റെ ജീവിതത്തിൽ ചതിക്ക് മാത്രം മാപ്പില്ല. അവൻ്റെ പല്ലുകൾക്കിടയിൽ അക്ഷരങ്ങൾ ചതഞ്ഞു. പൊരുതേണ്ടവൻ നേർക്കുനേർ വരണം. തോറ്റുകൊടുക്കണമെങ്കിൽ അതിനും ഞാൻ തയ്യാറാകും. അല്ലാതെ ഇങ്ങനെ ചെയ്താൽ. കാളി തല കുടഞ്ഞു. എടാ നീ! അടുത്ത നിമിഷം ജാക്സണും റോക്കിയും അവനെ പിന്നിൽ നിന്ന് വട്ടം പിടിച്ചു മുറുക്കി. ഞങ്ങളുടെ ഭയ്യെ കൊന്ന നീയും ഇനി വേണ്ടടാ. ജനങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ച് കൊക്കയിലേക്ക് നോക്കി നിൽക്കുകയാണ്. അതാ ഒരു കൈ. ഒരാൾ വിരൽ ചൂണ്ടി. കാളിയിൽ നിന്ന് പിടിവിടാതെ തന്നെ ജാക്സണും റോക്കിയും തിരിഞ്ഞു. അവരും കണ്ടു. പുല്ലുകൾക്കിടയിൽ ഉയർന്നു വരുന്നു ചോര പുരണ്ട ഒരു കൈപ്പത്തി. നിനക്ക് മറുപടി തരാതെ ഞങ്ങൾ പോവില്ലടാ. കാളിചരനെ വിട്ട് റോക്കിയും ജാക്സണും അപ്പുറത്തെ പാറയിലേക്കോടി. ആ വഴിക്ക് മാത്രമേ താഴേക്ക് കുറച്ചെങ്കിലും ഇറങ്ങാൻ പറ്റൂ. കാളി! ഡ്രൈവർ മോനി അവൻ്റെ അടുത്ത് കുതിച്ചെത്തി. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാ. എത്രയും വേഗം രക്ഷപ്പെട്ടോ? അവൻ തിടുക്കം കൂട്ടി. ഇല്ല മോനി, എന്തു വന്നാലും ഞാൻ നേരിടും. മരിക്കേണ്ടി വന്നാൽ അതിനും ഞാൻ തയ്യാറാ. തീരുമാനിച്ചുറച്ച മട്ടിലായിരുന്നു അവൻ. അതല്ലെന്നേ, പോലീസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വോളണ്ടിയേഴ്സ് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടതാ. ചുറ്റും നോക്കിക്കൊണ്ട് അവൻ ശബ്ദം താഴ്ത്തി. അവന്മാരുടെ കയ്യിൽപ്പെട്ടാൽ കുഴപ്പമാ. അലിമാവോ ബ്രദേഴ്സിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പിടിപാട് അറിയാമല്ലോ. അതേ കാളി, നീ പോകണം. വാസുകി നിർബന്ധിച്ചു. മാത്രമല്ല, മണിക്കുട്ടനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടേ? തീർത്തും അവശനാവുകയാണ് മണിക്കുട്ടൻ. ഒരു കാര്യം ചെയ്യ്. കാളിചരൺ മണിക്കുട്ടനെ ശ്രദ്ധിച്ചു. മോനിയുടെ ജീപ്പിൽ ഇവനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിക്കോ. എൻ്റെ കാര്യം പിന്നീട്. പരിചയക്കാരായ മറ്റ് ഡ്രൈവർമാരും കാളിയെ നിർബന്ധിച്ചു നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ കൊക്കയിലായിരുന്നു. പുല്ലുകൾക്കിടയിലൂടെ ഒരു പെരുമ്പാമ്പിനെ പോലെ ഇഴഞ്ഞു കയറുന്നു വിൻസെൻ്റ്. ശരീരം മുഴുവൻ ചോര. പാറയുടെ ചരിവിലൂടെ ജാക്സണും റോക്കിയും ഒരു വിധത്തിൽ അവിടെയെത്തി. വിൻസെൻറ്റിനെ ശ്രദ്ധയോടെ അവർ പിടിച്ചുയർത്താൻ നോക്കി. എന്നാൽ നടുവൊടിഞ്ഞതുപോലെ വിൻസെൻ്റ് വീണ്ടും പാറയിലേക്ക് തന്നെ വീണു. മോനി മണിക്കുട്ടനെ താങ്ങിക്കൊണ്ടു ചെന്ന് തൻ്റെ ജീപ്പിൽ കയറ്റിയിരുത്തി. അടുത്ത സെക്കൻഡിൽ വാസുകി വിളിച്ചു പറഞ്ഞു. കാളി, പോലീസ്! അവൻ വെട്ടിത്തിരിഞ്ഞു. പാറകളിൽ ചാടിച്ചാടി വരുന്ന പോലീസ് ജീപ്പ്. അത് താഴെ നിന്നു.
SIയും 6 പോലീസുകാരും ചാടിയിറങ്ങി. ആരാടാ കാളി? ചുറ്റും നോക്കിക്കൊണ്ട് മറ്റു വാഹനങ്ങൾക്കിടയിലൂടെ മുകളിലേക്ക് വരികയാണവർ. കാളിയുടെ കണ്ണുകൾ വല്ലാതെ വെട്ടി. താൻ പിടിക്കപ്പെട്ടാൽ കോളാറിലെ തൻ്റെ കുടുംബം, വിഷുജാല, അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഏതോ ആപത്ത്. രക്ഷപ്പെടണം. അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. കാളി, നീ വാ. പൊടുന്നനെ വാസുകി അവൻ്റെ കൈ പിടിച്ചുകൊണ്ട് വാഹനങ്ങളുടെ മറപ്പറ്റി താഴേക്കോടി. നിൽക്കട അവിടെ. പിന്നിൽ പോലീസിൻ്റെ ഗർജനം. വാസുകി ധാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കുതിച്ചു വീണു. ചീറ്റ! വിളിച്ചുവിടൻ നായ് പിൻസീറ്റിലേക്ക് ചാടിക്കയറി. വാസുകി ജീപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോഴേക്കും കാളിചരണം കയറിക്കഴിഞ്ഞു. വെടിയുണ്ട പോലെ ജീപ്പ് മുന്നോട്ട് ചാടി. അതിനിടെ മണിക്കുട്ടനെ നോക്കിക്കൊള്ളണമെന്ന് കാളി മോനിക്ക് ഒരു അടയാളവും കൊടുത്തു. നീ ഒരുത്തൻ എല്ലാം കുളമാക്കി കാളി. അസഹ്യതയോടെ വാസുകി മന്ത്രിച്ചു. ജീപ്പ് ചാടിയുയരും പോലെ പാറയ്ക്കപ്പുറമെത്തി. പിന്നെ ഞാൻ എന്തു ചെയ്യണമായിരുന്നു? കാളിക്ക് കലി അടങ്ങിയില്ല. വാസുകി മറുപടി പറയും മുൻപ് മുന്നിലെ കാഴ്ച ഞെട്ടിച്ചു. നേരത്തെ ആക്സിഡന്റ് നടന്ന ഭാഗത്ത് റോഡിൽ കുറുകെയിട്ടിരിക്കുന്ന റിക്കവറി വെഹിക്കിൾ, അതിനരികിൽ ജനക്കൂട്ടം. താൻ രക്ഷപ്പെടുന്ന വിവരം പോലീസോ വോളണ്ടിയേഴ്സോ ഇവിടേക്ക് കൈമാറിയിട്ടുണ്ടാവും. കാളി ഉറപ്പിച്ചു. വാസുകി, കുടുങ്ങിയല്ലോടി. ഇങ്ങനെയാ പെണ്ണിൻ്റെ വാക്ക് കേട്ടാൽ. അവന് പരിഭ്രമമൊന്നുമില്ല. അവൻ്റെ വാക്കുകൾ അവൾ ശ്രദ്ധിച്ചില്ല. പകരം ഡാർ ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. നനഞ്ഞു കുതിർന്ന കറുത്ത മണ്ണിലൂടെ വാഹനം താഴേക്ക് നീങ്ങിപ്പാഞ്ഞുപോയി. ആളുകൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പിന്നാലെ ഓടി. അവർ കണ്ടത് ഒരു നടുക്കുന്ന കാഴ്ച. കളിപ്പാട്ടം കണക്കെ തോട്ടിലേക്ക് തലകുത്തി വീഴുന്ന ധാർ ജീപ്പ്. വെള്ളം അതിനകത്തേക്കും കയറി ഒഴുകുന്നു. ഇനി അവരെ നോക്കണ്ട, ഒരാൾ പറഞ്ഞു. ഇത്തവണ ചാമ്പ്യന്മാരാവേണ്ടതായിരുന്നു അവനും അവളും. മറ്റൊരാൾ പ്രതിവചിച്ചു. റോബർട്ട്സൺ പേട്ടിലെ തിമ്മക്കയുടെ ബംഗ്ലാവ്. മുറ്റത്തേക്ക് അസ്റ്റൺ മാർട്ടിൻ ഒഴുകിവന്ന് നിന്നു. അതിൽ നിന്നും ആദ്യം ചാടിയിറങ്ങിയ ചൗഡയ്യ രോഷത്തോടെ ഡോർ വലിച്ചടച്ചു. തിമ്മക്ക രൂക്ഷമായി മകനെ നോക്കിക്കൊണ്ട് ഇറങ്ങി. പിന്നാലെ ബസന്തരാജും പുട്ടരാജും. എന്താട പുട്ട, നിന്റെ കലി അടങ്ങിയില്ലേ ഇതുവരെ? പുട്ടരാജ് തല വെട്ടിച്ചു. അമ്മ തടയാതിരുന്നെങ്കിൽ ആ കിഴവൻ്റെ തല തല്ലിക്കീറിയിട്ടാണെങ്കിലും അവളെക്കൊണ്ട് ഞാൻ പറയിച്ചേനെ. ചൗഡയ്യ രോഷം കൊണ്ടു. അവൻ ബേസ്ബോൾ ബാറ്റ് മുറ്റത്തിൻ്റെ കോണിലേക്ക് വലിച്ചെറിഞ്ഞു. മുന്നിൽ ഗാർഡുകളിൽ കുറേ പേർ ഒന്നും മനസ്സിലാവാതെ നിന്നു. നീയൊന്നടങ്ങ് ചൗഡ, നമുക്ക് വേണ്ടത് ചെയ്യാം. ബസന്തരാജ് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അമ്മയും മക്കളും ബംഗ്ലാവിലേക്ക് കയറി. ആരായാൽ പോർച്ചെവിയൻ. ചൗഡയ്യയ്ക്ക് അതറിഞ്ഞേ പറ്റൂ. ഒരു ഖനിത്തൊഴിലാളി. തിമ്മക്ക കസേരയിലിരുന്നു. അതറിയാം. പക്ഷെ അയാളെ ഒന്നും ചെയ്യരുതെന്ന് അമ്മ പറഞ്ഞതെന്തിനാ? ഒന്ന്, അയാളുടെ കയ്യിലിരുന്ന സയനൈഡ് പുരട്ടിയ കത്തി. എൻ്റെ ഒരു മകനോ പോയി. ബാക്കിയുള്ള മൂവരും എൻ്റെ പകയടങ്ങും വരെയെങ്കിലും ജീവിച്ചിരിക്കണം. 2, അയാൾ ശരിക്കും ആ കത്തി കൊണ്ടു നടക്കുന്നത് ആരെ കൊല്ലാനാണെന്നറിയണം. തിമ്മക്കയുടെ ശബ്ദം കോർത്തു. അതറിഞ്ഞിട്ട് വേണം എനിക്കെൻ്റെ ജീവിതത്തിലെ അവസാനത്തെ ശത്രുവിൻ്റെ ജീവനൊടുക്കാൻ. ഒന്നും മനസ്സിലാവാതെ മക്കൾ പരസ്പരം നോക്കി. അയാളെക്കൊണ്ട് ഞങ്ങൾ പറയിക്കാം അമ്മേ. തിമ്മക്ക പുച്ഛിച്ചു ചിരിച്ചു. എഴുത്തും വായനയും അറിയാത്ത അയാൾക്ക് അതൊന്ന് എഴുതി കാണിക്കാൻ പോലും കഴിയില്ല. അയാൾക്ക് പക്ഷേ നാവുണ്ടല്ലോ പറഞ്ഞു തരാൻ. ചൗഡയ്യ വാദിച്ചു. അതാണ് പ്രശ്നം, അയാൾക്ക് നാവില്ല. കിടുങ്ങിപ്പോയി മക്കൾ മൂവരും. തിമ്മക്ക പെട്ടെന്ന് വിഷയം മാറ്റി. ചൗഡ, എൻ്റെ തങ്കത്തിനെ കൊന്നവളെ, അല്ലെങ്കിൽ കൊല്ലാൻ കൂട്ടുനിന്നവളെ ഇന്ന് തന്നെ നിന്റെ മുന്നിലേക്ക് ഇട്ടുതരും ഞാൻ. പിന്നെ ബാക്കി ഞാൻ പറയണ്ടല്ലോ. എങ്ങനെ അമ്മയ്ക്കത് കഴിയും? ചോദിച്ചത് പുട്ടരാജാണ്. അതിന് മറുപടി എന്നവണ്ണം മുറ്റത്തൊരു ലാൻഡ് റോവർ കാർ വന്നു നിന്നു. ഗാർഡുകളിൽ ഒരാൾ വാതിൽക്കൽ തലനീട്ടി. അമ്മ, തഹസീൽദാർ വന്നിട്ടുണ്ട്. വരാൻ പറയടാ. 10 സെക്കൻഡിനുള്ളിൽ കറുത്തു തടിച്ച കുള്ളനായ ഒരാൾ തിമ്മക്കയുടെ മുന്നിലെത്തി. നമസ്കാരം അമ്മ. ഇരിക്ക്. തിമ്മക്ക കൈ ചൂണ്ടി. ഒരു ചക്രവർത്തിനിയെപ്പോലെ അവർ ഇടം കാലിന് മീതെ വലതുകാൽ കയറ്റിവെച്ചു. ശേഷം തിരക്കി. കൊണ്ടുവന്നോ? ഉവ്. അയാൾ ഒരു ഫയലെടുത്ത് കാണിച്ചു. തിമ്മക്ക ബസന്തരാജിന് നേരെ തിരിഞ്ഞ് ഒരടയാളം കാട്ടി. അവൻ ചെന്ന് ആ ഫയൽ വാങ്ങി തുറന്നു നോക്കി. കഴിഞ്ഞ മാസം കോളാറിൽ സെൻസസ് എടുത്തതിൻ്റെ ഒരു കോപ്പി. അറിയാമല്ലോ അമ്മ, ഇതൊന്നും ആർക്കും തന്നുകൂടാത്തതാണ്, തഹസീൽദാർ പറഞ്ഞു. അറിയാമെടോ, പക്ഷേ എനിക്കിത് തന്നെന്നറിഞ്ഞാലും ഒരുത്തിനും നിന്നെ തൊടത്തില്ല. തിമ്മക്ക കൈ പിന്നിലേക്ക് നീട്ടി. പുട്ടരാജ് 2000-ന്റെ ഒരു കെട്ട് നോട്ട് അവിടേക്ക് വെച്ചുകൊടുത്തു. പിടിച്ചോടാ. തിമ്മക്ക അത് അയാൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. തഹസീൽദാർ ആർത്തിയോടെ അത് പിടിച്ചു. പിന്നെ അറിയിച്ചു. അതിൽ മലയാളികളുടെ പേരിന് താഴെ ചുവന്ന മഷിയിൽ അടയാളമിട്ടിട്ടുണ്ട് അമ്മേ. നന്ദി. അപ്പോൾ നിനക്ക് പോകാം. തഹസീൽദാർ അവരെ ഒന്നുകൂടി വണങ്ങിയിട്ട് പോയി. ഇതിനേക്കാൾ നല്ലത് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കോപ്പി അല്ലായിരുന്നു അമ്മേ.
ചൗടയ്യയ്ക്ക് സംശയം. അതിൽ ഫോട്ടോയും ഉണ്ടാവുമല്ലോ. അതു നോക്കി ആ ഓട്ടോ ഡ്രൈവർക്ക് അവളെ മനസ്സിലാക്കാൻ കഴിഞ്ഞേനെ. ഒന്ന് പോടാ, തിമ്മക്ക പറഞ്ഞു. അതിലെ ഫോട്ടോ കണ്ടാൽ പെറ്റമ്മ പോലും തിരിച്ചറിയത്തില്ല. മാത്രമല്ല, പ്രായപൂർത്തിയായവരുടെ ലിസ്റ്റേ അതിലുണ്ടാവൂ. സൈനൈഡ് ഹില്ലിൽ കണ്ട പെണ്ണിന് പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലോ? അതിന് ചൗടയ്യയ്ക്ക് ഉത്തരമില്ലായിരുന്നു. ബസന്തേ, തിമ്മക്ക വിളിച്ചു. എന്താ അമ്മേ? അവൻ തല തിരിച്ചു. ആ ഓട്ടോ ഡ്രൈവറുമായി നിങ്ങൾ മൂവരും ഈ നിമിഷം ഇറങ്ങണം. ഓരോ വീട്ടിലും ചെല്ലണം. ആ പെണ്ണിനെ തിരിച്ചറിഞ്ഞാൽ ആദ്യം വിളിക്കേണ്ടത് എന്നെ. മനസ്സിലായല്ലോ? ആയി അമ്മ. അവർ മൂവരും എഴുന്നേറ്റു. 5 ലൈറ്റ്സ്. രാവിലെ കണ്ടെടുത്ത ഒരു ഖനി തൊഴിലാളിയുടെ മൃതദേഹം കാണാൻ പോയിട്ട് മടങ്ങി വന്നതേയുള്ളൂ നാഗരാജനും കുടുംബവും. ഉച്ചഭക്ഷണത്തിന് എല്ലാവരും ഒന്നിച്ചാണ് ഇരുന്നത്. അവർ കഴിക്കാൻ തുടങ്ങിയതേയുള്ളൂ. പെട്ടെന്ന് പുറത്തുനിന്നൊരു ശബ്ദം. നാഗരാജനില്ലേ ഇവിടെ? ഉണ്ട്. എച്ചിൽ കൈയുമായാണ് അയാൾ എഴുന്നേറ്റ് വാതിൽക്കലേക്ക് ചെന്നത്. നടുങ്ങിപ്പോയി അയാൾ. മുന്നിൽ തിമ്മക്കയുടെ ആൺമക്കൾ, കുറെ ഗാർഡുകൾ, പിന്നെ ഒരു ഓട്ടോ ഡ്രൈവറും. അവർക്ക് പിന്നിൽ റോഡിൽ 100 കണക്കിന് ആളുകളുണ്ട്. തിമ്മക്കയുടെ മകന്റെ കൊലപാതകവുമായി ബന്ധമുള്ള പെണ്ണിനെ തേടി ഇറങ്ങിയ ടീമാണെന്നറിഞ്ഞ് നാട്ടുകാർ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഖനിയിലെ അപകടം പോലും വിസ്മരിച്ച് അവളെ ഒരു നോക്ക് കാണാൻ. വസന്തരാജിന്റെ കണ്ണുകൾ നാഗരാജിനെ അടിമുടി ഒഴിഞ്ഞു. വായിക്കിട. പുട്ടരാജ് ഗാർഡുകളിൽ ഒരാൾക്ക് നിർദ്ദേശം നൽകി. എന്യൂമറേഷൻ ലിസ്റ്റ് നോക്കി അയാൾ വായിക്കാൻ ഭാവിച്ചു. അടുത്ത നിമിഷം പുറത്ത് എന്തെന്നറിയാൻ വനജയും മക്കളും കൂടി നാഗരാജന്റെ പിന്നിലെത്തി. ഏറ്റവും പുറകിൽ വന്ന വിഷുജാല കിടുങ്ങിപ്പോയി. മുന്നിൽ നിൽക്കുന്ന ഓട്ടോ ഡ്രൈവർ. മിന്നൽ വേഗത്തിൽ അവൾ പുറകിലേക്ക് മാറി. അധ്യായം 11. മിന്നലേറ്റ മരം നടുവെ പിളരുന്നതുപോലെയുള്ള അനുഭവമായിരുന്നു വിഷുജാലയ്ക്ക്. അവൾ ഒരു പല്ലിയെപ്പോലെ ഭിത്തിയിൽ അള്ളിച്ചേർന്ന് നിന്നു. തിടുക്കത്തിൽ ശ്വാസം വലിച്ചുവിട്ടു. തിമ്മക്കയുടെ മക്കൾക്കൊപ്പം വന്ന ഗാർഡ് ലിസ്റ്റ് നോക്കി വായിക്കാൻ തുടങ്ങി. നാഗരാജൻ, വനജ, അപൂർവ, ആശ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കണം, ചൗടയ്യ കൽപ്പിച്ചു. ഒന്നും മനസ്സിലായില്ലെങ്കിലും മറുത്ത് ഒരക്ഷരം ഉരിയാടാതെ ഓരോരുത്തരായി മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. വസന്തരാജിന്റെ കണ്ണുകൾ അപൂർവയെ അടിമുടി ഒഴിഞ്ഞു. പുട്ടരാജ് ഓട്ടോ ഡ്രൈവറുടെ കഴുത്തിന് പിടിച്ച് മുന്നോട്ട് തള്ളി. ശരിക്കു നോക്കടാ, ഇവരിൽ ആരെങ്കിലുമാണോ? ഓട്ടോ ഡ്രൈവർ അപൂർവയെയും ആശയെയും ശ്രദ്ധിച്ചു. അല്ല. മറുപടി പറയാൻ അയാൾക്ക് അരനിമിഷം പോലും വേണ്ടി വന്നില്ല. കടുപ്പിച്ചൊന്ന് മൂളിക്കൊണ്ട് വസന്തരാജ് തിരിഞ്ഞു. നാഗരാജന് ആരോടെങ്കിലും വിവരമൊന്ന് തിരക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ നാവ് അനങ്ങുന്നില്ല. ആ സംഘം അടുത്ത വീട്ടിലേക്ക് നീങ്ങി. റോഡിൽ കൂടിയ ജനങ്ങൾ പിന്നാലെയും. തൻ്റെ നെഞ്ചിൽ കത്തിക്കൊണ്ടിരുന്ന തീയിലേക്ക് തണുത്ത വെള്ളം വീണ അനുഭവമായിരുന്നു വിഷുജാലയ്ക്ക്. അവർ വന്നതിൻ്റെ ഉദ്ദേശം അവൾക്ക് മാത്രം പിടികിട്ടിയിരുന്നു. തന്നെ അന്വേഷിച്ചുള്ള വരവാണിത്. ആ ഓട്ടോ ഡ്രൈവറെയും കൊണ്ട്. താൻ തോന്നിയായ ഒരുത്തൻ ചത്തെന്നും പറഞ്ഞ് നാട്ടുകാർക്കാ ഇപ്പോൾ സ്വസ്ഥതയില്ലാത്തത്. വനജ പിറുപിറുക്കുന്നത് അവൾ കേട്ടു. എടീ, ഒന്ന് പതുക്കെ. നാഗരാജന്റെ ശാസന. എല്ലാവരും തിരികെ അകത്തേക്ക് വന്നപ്പോൾ വീർത്തു കുളിച്ചു നിൽക്കുകയാണ് വിഷുജാല. നാഗരാജന്റെ നെറ്റി ചുളിഞ്ഞു. എന്താ മോളെ? അത് പിന്നെ അങ്കിൾ. അവൾ ഒന്ന് പതറി. അത്രയും പേർ വരുന്നത് കണ്ടപ്പോൾ ഞാൻ ഭയന്നുപോയി. സാരമില്ല, നീ വന്ന് ഭക്ഷണം കഴിക്ക്, വനജ വിളിച്ചു. എല്ലാവരും വീണ്ടും ആഹാരം കഴിക്കാനിരുന്നു. വിഷുജാലയുടെ വിശപ്പ് കെട്ടുപോയിരുന്നു. അവളുടെ കൺമുന്നിൽ ആ ദൃശ്യമായിരുന്നു. കാട്ടുമൃഗങ്ങളെപ്പോലെ 2 പേരുടെ പോരാട്ടം. ചുറ്റും നിശ്ചലം നിൽക്കുന്ന ചിലർ. ഏയ്! അപൂർവ അവളെ തോണ്ടി. ഞെട്ടിപ്പകച്ചതുപോലെ വിഷുജാല തിരിഞ്ഞു. ചേച്ചി, കഴിക്കുന്നേ. ഇവിടെ ഇങ്ങനെ പലതും നടക്കും. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തത്. ഞങ്ങൾക്കൊക്കെ ഇതിപ്പോൾ ശീലമായി. അപൂർവ ചിരിച്ചു. എന്തെങ്കിലും പറയണമല്ലോ. അതുകൊണ്ട് വിഷുജാല നാഗരാജനോട് തിരക്കി. അങ്കിൾ, അവരുടെ കയ്യിലുണ്ടായിരുന്ന ലിസ്റ്റിൽ എന്താ കാളിയുടെ പേരില്ലാത്തത്? നാഗരാജൻ മിണ്ടിയില്ല. അയാൾ മുഖം കുനിച്ചു. മറുപടി നൽകിയത് വനജയാണ്. അവനോടുള്ള ദേഷ്യം കൊണ്ട് ഇങ്ങേര് അവൻ്റെ പേര് കൊടുക്കാതിരുന്നതാ. അവനിങ്ങോട്ട് വരാത്തത് കാരണം ഇവിടുത്തെ റേഷൻ കാർഡിൽ പോലും അവനില്ല. വനജയുടെ കണ്ടമിടറി. വീടിനും കുടുംബാംഗങ്ങൾക്കും പ്രയോജനമില്ലാത്തവൻ എന്തിനാ മോളെ റേഷൻ കാർഡിലും വോട്ടേഴ്സ് ലിസ്റ്റിലും? നാഗരാജന് മകനോടുള്ള ഈർഷ്യ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല. യാന്ത്രികമായി എന്ന വണ്ണം വിഷുജാല ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. പൊടുന്നനെയായിരുന്നു നാഗരാജന്റെ ചോദ്യം. ശരിക്കും മോൾ എന്തിനാ നാട്ടീന്ന് പോന്നത്? ഫോൺ ചെയ്തപ്പം ആരും ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് വിഷുജാലയുടെ നെറുകയിൽ ചോറുടക്കി. ചുമച്ചുകൊണ്ട് അവൾ നെറുകയിലടിച്ചു. ഉച്ച കഴിഞ്ഞ് 3 മണി. താഴ്വരയിൽ നിന്ന് ഉയരുന്ന മഞ്ഞ് നേർത്ത പഞ്ഞി പോലെ തവളപ്പാറയ്ക്ക് മീതെ പരന്നുകൊണ്ടിരുന്നു. മാനത്ത് ചിതറിക്കിടക്കുന്ന കാർമേഘങ്ങൾ.
ഏതാണ്ട് സന്ധ്യയാകുന്നത് പോലെ ഒരവസ്ഥ. ഇനി ഏത് നിമിഷവും മഴ പെയ്തേക്കാം. കുറച്ചു മുൻപ് വരെ അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും ആളുകളുമെല്ലാം തിരിച്ചു പോയിരുന്നു. അഡ്വഞ്ചർ ഡ്രൈവിംഗിന്റെ ഫൈനൽ മത്സരം പോലീസിന്റെ നിർദ്ദേശാനുസരണം സ്പോൺസർമാർ മാറ്റിവെച്ചു. കാളിചരൺ കൊക്കയിലേക്ക് ഇടിച്ചു മറിച്ച അലിമാവോ ബ്രദേഴ്സിന്റെ ഹൈസ്പീഡ് ജീപ്പ് തൽക്കാലം അവിടെ തന്നെ കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു. പരിക്കേറ്റ വിൻസെന്റ് അലിമാവോയെ പീരുമേട് താലൂക്ക് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് എയ്ഡ് നടത്തിയ ശേഷം ആംബുലൻസിൽ തേനി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കാളിചരണിന്റെ ജിപ്സി മാത്രം ഒരു യുദ്ധത്തിന്റെ ബാക്കി പത്രം പോലെ തവളപ്പാറയിൽ കിടന്നു. പോലീസും ജനങ്ങളും വോളണ്ടിയേഴ്സും ഒന്നിച്ചു തിരഞ്ഞെങ്കിലും കാളിചരണിനെയോ വാസുകിയെയോ അവളുടെ വളർത്തുനായയെയോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. മദാമക്കുളം വരെ അവർ പോയി നോക്കി. 40 അടിയോളം ഉയരത്തിൽ നിന്ന് അവിടെ പതിക്കുന്ന ജലം കുത്തിമറിഞ്ഞ് അങ്ങ് താഴേക്ക് പോവുകയാണ്. പാറകൾക്കിടയിലൂടെ കാളിയും മറ്റും ഒഴുകിപ്പോയിരിക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. ആകാശം ഒന്നുകൂടി ഇരുണ്ടു. കോടമഞ്ഞിന് വീണ്ടും കട്ടികൂടി തുടങ്ങി. അടുത്ത നിമിഷം കുന്നുകൾക്ക് മീതെ ഒരു മിന്നൽ, ഒപ്പം ഭൂമി പിളരുന്ന മേഘഗർജനം. കുന്നിൻ മുകളിൽ നിന്നിരുന്ന ഒരു മരം ചൂട്ടുപോലെ കത്തിയെരിഞ്ഞു. തുടർന്ന് മഴത്തുള്ളികൾ ചിതറി വീണു തുടങ്ങി. പാറപ്പുറത്ത് ലക്ഷക്കണക്കിന് വെളുത്ത മുത്തുകൾ ചിതറുന്നതുപോലെ. അത് കഴിഞ്ഞപ്പോൾ ജലത്തിന്റെ വരകൾ രൂപപ്പെട്ടു. നിമിഷത്തിനകം പാറ കുളിച്ചൊഴുകി. റോഡിനു മീതെ കൂടി ഒഴുകുന്ന വെള്ളം കറുത്തു. ചെളിയിളകി വരികയാണ്. മലമടക്കുകളിലെ ഹുങ്കാരത്തിന് ശബ്ദം കൂടി. കാറ്റിൽ മരങ്ങളുലഞ്ഞു. കാളി. ഇലച്ചാർത്തുകളിൽ നിന്ന് ഐസിന്റെ തണുപ്പുള്ള വെള്ളം ചിതറി വീണപ്പോൾ വാസുകി വിളിച്ചു. പിന്നെ കാളിചരണിലേക്ക് ഒന്നുകൂടി പറ്റിച്ചേർന്നിരുന്നു. മദാമക്കുളത്തിന് തൊട്ടരികിലുള്ള ഒരു പാറയിടുക്കിൽ തന്നെ ഉണ്ടായിരുന്നു അവർ. അതിനു മീതെ മരശിഖരങ്ങൾ വീണുകിടക്കുന്നതിനാൽ തൊട്ടടുത്തെത്തുന്നവർക്ക് പോലും അവരെ കാണാൻ കഴിയുമായിരുന്നില്ല. കാളി ഇടം കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ആ പൂവിടലിൽ നിന്ന് സുഖകരമായ ഒരു ചൂട് അവനിലേക്ക് അരിച്ചു കയറി. അവന്റെ വലതുഭാഗത്ത് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ചീറ്റയും ചേർന്നിരിക്കുകയാണ്. നിനക്ക് പേടി തോന്നുന്നുണ്ടോ? കാളി വാസുകിയുടെ കാതിൽ തിരക്കി. അവളുടെ ചുവന്ന ചുണ്ടുകളിലും കൺപീലികളിലും വരെ ജലാംശത്തിന്റെ തിളക്കം. പേടിയോ? എനിക്കോ? ചിരിച്ചുകൊണ്ട് അവൾ താടിയുയർത്തി അവന്റെ തോളിൽ വെച്ചു. അവളുടെ ചുടുനിശ്വാസം അവന്റെ കഴുത്തിലടിച്ചു. നിനക്കോടാ? അവൻ ചീറ്റയുടെ ശിരസിൽ തടവി. നായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചു. വാസുകിയുടെ വെണ്ണ നിറമാർന്ന കൈത്തണ്ടയിൽ ചതഞ്ഞ പാടുകൾ അവൻ കണ്ടു. കുറ്റിക്കാടുകളിലും പാറയിലും ഉരഞ്ഞതാണ്. ഞാൻ കാരണം നീയും കുരുക്കിലായി അല്ലേ? പോടാ. അവൾ കണ്ണിറുക്കി. ആ രക്ഷപ്പെടലിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പോഴും അമ്പരപ്പാണ് കാളിക്ക്. വാസുകിയോട് ഒരുതരം ആരാധനയും. റോഡിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ ചരിവിലൂടെ ജീപ്പ് പാഞ്ഞപ്പോഴേ അവൾ തനിക്കും ചീറ്റയ്ക്കും ആജ്ഞ നൽകിയിരുന്നു. ഔട്ട്. താനും ചീറ്റയും പുറത്തേക്ക് ചാടിയത് ഒരേ നിമിഷത്തിൽ. മുന്നിൽ കുത്തിമറിഞ്ഞൊഴുകുന്ന വെള്ളം. ജീപ്പ് തോട്ടിൽ ചാടും മുൻപ് വാസുകിയും പുറത്തേക്ക് കുതിച്ചു. നനഞ്ഞ മണ്ണിലൂടെ അവളും താഴേക്ക്. തോട്ടിലേക്ക് ചാടി ജീപ്പ് മൂക്കുകുത്തി. അടുത്ത നിമിഷം വാസുകിയും വീഴും. ചീറ്റ. അവൾ ഒറ്റ വിളി. നായ് കുതിച്ചു പോയത് പറക്കും വേഗത്തിൽ. മനുഷ്യന്റെ 10 ഇരട്ടി വേഗം. അടുത്തെത്തിയതും അവൻ അവളുടെ കോട്ടിൽ കടിച്ചു പിടിച്ചു. ആ ഒരു സെക്കൻഡ് മതിയായിരുന്നു വാസുകിക്ക്. പാമ്പ് പുളയും പോലെ അവൾ തിരിഞ്ഞ് ഒരു കുറ്റിച്ചെടിയിൽ പിടിമുറുക്കി. ജീപ്പിന്റെ ടോപ്പോളം വെള്ളമായി കഴിഞ്ഞിരുന്നു. കാളിയും കൂടി ഓടിച്ചെന്നാണ് വാസുകിയെ പിടിച്ചുയർത്തിയത്. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഇല്ലടാ. പാമ്പിനെങ്ങനെ വല്ലതും പറ്റുമോ? അപ്പോഴും ചിരിക്കുകയായിരുന്നു വാസുകി. അകലെ നിന്ന് ആളുകൾ ഓടി വരുന്നത് കണ്ട് തങ്ങൾ രക്ഷപ്പെട്ടെത്തിയത് ഇവിടെയാണ്. എടാ. വാസുകിയുടെ ശബ്ദമാണ് കാളിചരണിനെ ഉണർത്തിയത്. അവൻ മൂളി. എന്താ ഇത്ര ആലോചന? ഒന്നുമില്ല. അവൻ നിവർന്നിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ നനഞ്ഞൊട്ടിയിരുന്നു. വാസുകി ധരിച്ചിരുന്ന വെളുത്ത ഷർട്ടിനുള്ളിൽ അവളുടെ വടിവുകളുടെ രേഖകൾ കണ്ടപ്പോൾ കാളി ചിരിച്ചു. ദുഷ്ടൻ. ഇതാ പറയുന്നത്. ചാകാൻ നേരത്തും ചോര കണ്ടാൽ ചെന്നായി നാക്ക് നീട്ടുമെന്ന്. അവന്റെ മുഖത്തൊരു തട്ടുകൊടുത്തിട്ട് അവൾ സ്ലീവ്ലെസ് കോട്ട് വലിച്ചടിപ്പിച്ചു. തണുപ്പ് കാരണം അവളുടെ ചുണ്ടുകൾ വിറച്ചു. ഇത് നീ ധരിച്ചോടി. കാളി തന്റെ ജാക്കറ്റ് ഊരി അവൾക്ക് നൽകി. താങ്ക്സ്. അത് വാങ്ങുമ്പോൾ അവളുടെ നീല കണ്ണുകളിൽ ഒരു തിളക്കം വന്നു. ഏയ് ചീറ്റ, നിനക്ക് പുതയ്ക്കാൻ ഉടുപ്പ് വേണോടാ? നായ അവനെ ഒന്ന് നോക്കി. അടുത്ത നിമിഷം വാസുകി നിലവിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റു. എന്താടി? കാളിയും ഞെട്ടലോടെ എഴുന്നേറ്റു. ചീറ്റ ചുറ്റും ശ്രദ്ധയോടെ നോക്കി. പിന്നെ കുരച്ചുകൊണ്ട് പാറയിടുക്കിൽ നിന്ന് പുറത്തു ചാടി. പക്ഷേ ഒന്നും പറയാതെ പാറപ്പുറത്തുനിന്ന് തുള്ളുകയാണ് വാസുകി. എടി, കാര്യം പറയാൻ. കാളിക്ക് ദേഷ്യം വന്നു. പെട്ടെന്ന് വാസുകി ജീൻസിനുള്ളിൽ നിന്ന് ഷർട്ട് വലിച്ചൂരി മുകളിലേക്ക് ഉയർത്തി. ഇത് കണ്ടോ? കാളി അങ്ങോട്ട് നോക്കി. കണ്ടു.
നല്ല വെളുത്ത വയറ്. ചിറാസ്കൽ, അവൾ ചീറി. പിന്നെ പുക്കിളിൻ്റെ ഇടതുഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു. അപ്പോഴാണ് കാളിക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടത്. അവൻ കണ്ടു, അവളുടെ വെണ്ണ നിറമാർന്ന വയറ്റത്ത് കടിച്ചു വീർത്തിരിക്കുന്ന ഒരു തോട്ടപ്പുഴു. ഇപ്പോൾ അതിന് ഏതാണ്ട് പെരുവിരൽ വലിപ്പം. അത് മുഴുവൻ ചോരയാണ്. ഇതിനെ ഒന്നെടുത്തു കളയടാ. അവൾ നിന്ന് പൊളയുകയാണ്. പേടിക്കേണ്ട പാമ്പേ, എന്നാലും ഇത് ഇവിടെ വന്നതെങ്ങനാ? വഴിയൊക്കെ പിന്നെ ചിന്തിക്കാം. നീ ഇതിനെ എടുക്കുന്നുണ്ടോ അതോ? അവളുടെ മുഖം ചുവന്നു. എടുത്തേക്കാം. കാളിചരൺ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ലൈറ്റർ എടുത്തു. തണുപ്പ് കാരണം 2-3 തവണ ഉരസിയപ്പോഴാണ് അത് കത്തിയത്. അവൻ ലൈറ്ററിന്റെ ജ്വാല പുഴുവിനോടടുപ്പിച്ചു. വാസുകി കണ്ണടച്ചു നിന്നു. ചൂട് പിടിച്ചപ്പോൾ പുഴു പിടിവിട്ട് താഴെ വീണു. കാളി ഷൂസ് കൊണ്ട് അതിനെ ചവിട്ടിയരച്ചു. നനഞ്ഞ പാറയിൽ ചോര പരന്നു. നോക്ക്, നിന്റെ അഹങ്കാരത്തിന്റെ അരത്തുടൻ ചോര പോയി. കാളി കൈ ചൂണ്ടി. വാസുകി മിഴിച്ചു നിന്നു. ഇത്രയും ചോരയോ? അതേന്നേ, ആദ്യം കാണുമ്പോൾ ഈ പുഴുവിന് ഒരു സ്റ്റിച്ചിങ് നീഡിലിന്റെ വലിപ്പമേ ഉണ്ടാവൂ. ചോര കുടിച്ചു വീർക്കുമ്പോഴേ നമ്മൾ അതിനെ ശ്രദ്ധിക്കൂ. വാസുകി തന്റെ വയറ്റത്തേക്ക് നോക്കി. അവിടെ 2 പാടുകൾ. അതിൽ നിന്ന് ചോരയൊഴുകുകയാണ്. ഇതെന്താ ഇങ്ങനെ? അവൾ പരിഭ്രമിച്ചു. അതങ്ങനെ. അതിന്റെ പല്ലിൽ കൂടി ഏതോ ഒരു ദ്രാവകം രക്തത്തിൽ കലരും. പിന്നെ രക്തം ക്ലോട്ടാകത്തില്ല. അതിന് കുടിക്കാനുള്ള സൗകര്യത്തിന് പ്രകൃതി ഒരുക്കിക്കൊടുത്തിരിക്കുന്ന വരദാനം. അപ്പോഴീ ചോര നിൽക്കത്തില്ലേ? ഇത്തിരി കഴിയുമ്പം നിൽക്കും. പേടിക്കണ്ട. കാളിചരൺ അവളെ ആശ്വസിപ്പിച്ചു. തുടർന്ന് അവൻ കൈക്കുമ്പിളിൽ വെള്ളം കോരി അവിടേക്കൊഴിച്ച് ഒന്ന് തടവി. അയ്യട മോനെ, അത് വേണ്ട. അവൾ പെട്ടെന്ന് ഷർട്ട് വലിച്ചു താഴ്ത്തി. പിന്നെ തിരക്കി. നമ്മൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതിയോ കാളി? പോകണ്ടേ? അവൾ ഗൗരവത്തിലായി. നമ്മുടെ 2 പേരുടെയും വണ്ടി ഇനി ഉപയോഗിക്കാനും പറ്റത്തില്ല. നീയും ചീറ്റയും ഇവിടെ തന്നെ നിൽക്ക്. ഞാൻ പോയി ഒന്ന് നോക്കിയിട്ട് വരാം. പിന്തിരിയാൻ ഭാവിക്കുന്നതിനിടയിൽ അവൻ പറഞ്ഞു, നിങ്ങൾക്ക് മദാമ കൂട്ടുണ്ടാവും. മദാമയോ? അവൾ നെറ്റിച്ചൊളിച്ചു. അതേടി, ഇതാണ് മദാമക്കുളം. കുളമോ? അതെ, കണ്ടാൽ അങ്ങനെ തോന്നത്തില്ല. പക്ഷേ അറിയപ്പെടുന്നത് അങ്ങനെയാ. വാസുകിക്ക് പിടികിട്ടിയില്ല. കാളി വ്യക്തമാക്കി. നമ്മളിങ്ങോട്ട് വരുമ്പോൾ എസ്റ്റേറ്റിനുള്ളിൽ ഒരു ബംഗ്ലാവ് കാണുന്നില്ലേ? അതാണ് ആഷ്ലി ബംഗ്ലാവ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന മദാമ കുളിക്കാൻ വന്നിരുന്നത് ഇവിടെയാ, കുതിരപ്പുറത്ത്. അങ്ങനെ വീണ പേരാ അത്. മാത്രമല്ല, മദാമ ഇവിടെ മുങ്ങിച്ചത്തെന്നാണ് ജനവിശ്വാസം. ഇവിടെയോ? വാസുകി നെറ്റിച്ചുളിച്ചു. അതെ, ഒരു പക്ഷേ ആരെങ്കിലും അവരെ വെള്ളത്തിൽ മുക്കിക്കൊന്നതാവാം. എന്തായാലും ഈ വെള്ളം വീഴുന്ന ഭാഗത്ത് 2 അറകളുണ്ട്. ഒരു അറയിലൂടെ മുങ്ങിയാൽ പാറയ്ക്കടിയിലൂടെ അപ്പുറമെത്താം. വാസുകിയുടെ കണ്ണുകൾ വികസിച്ചു. ഞാനൊന്ന് ചാടി നോക്കട്ടേടാ. വേണ്ട പെണ്ണെ, ഇപ്പോഴാകുമ്പോൾ നിന്നെ നടത്തിക്കൊണ്ടു പോകാം. ഇതിൽ ചാടിയാൽ പിന്നെ മഞ്ചലിൽ കൊണ്ടുപോകേണ്ടി വരും. അത് നിനക്കെന്നെ ശരിക്കറിയാഞ്ഞിട്ടാ. അവൾ മുടി പിന്നോട്ട് മാടിയൊതുക്കി. ജലത്തുള്ളികൾ നീരാവി പോലെ അവരെ പൊതിയുന്നുണ്ടായിരുന്നു. ചില ഇംഗ്ലീഷ് സിനിമകളിലാണ് ഞാൻ ഇത്തരം ഭാഗങ്ങൾ കണ്ടിട്ടുള്ളത്. വാസുകി മന്ത്രിച്ചു. മലയാളം സിനിമകളിലുമുണ്ടേ. പൊടുന്നനെ ഒരു കനത്ത ശബ്ദം. ഇരുവരും കുടുങ്ങിത്തിരിഞ്ഞു. കുരച്ചുകൊണ്ട് ചീറ്റയും. കാളിചരണിന്റെ കണ്ണുകൾ കുറുകി. തങ്ങളെ വളഞ്ഞിരിക്കുന്ന 6 പേർ. 2 പേർ ജലപാതത്തിനപ്പുറത്തും 4 പേർ ഇപ്പുറത്തും. അവരിൽ 3 പേർ കഴിഞ്ഞ രാത്രിയിൽ തന്നെ ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നെന്ന് കാളിക്ക് തോന്നി. കല്ലിൽ വെച്ച് അരച്ചാലും നീയൊന്നും ചാകത്തില്ലെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നടാ. കൂട്ടത്തിലെ നേതാവ് പല്ലിളിച്ചു. അതുകൊണ്ടാ എല്ലാവരും പോയിട്ടും ഞങ്ങൾ തെരഞ്ഞു വന്നത്. അലിമാവോ സാബിനെ മാന്തിയച്ച് ഒരുത്തിനും അങ്ങനെ പോയിക്കൂടല്ലോ. അയാൾ കടപ്പല്ലമർത്തി. പാൻസും കൈയില്ലാത്ത കറുത്ത ബനിയനും ധരിച്ച അയാൾക്ക് ഒരു കാട്ടുപോത്തിന്റെ ഭാവമായിരുന്നു. പിന്നെ ഇവൾ. അയാൾ വാസുകിക്ക് നേരെ കൈ ചൂണ്ടി. ആവശ്യമില്ലാത്ത സ്ഥലത്ത് വലിഞ്ഞു കയറി നീയും ആയുസ് കളഞ്ഞല്ലോടി കൊച്ചേ. സാരമില്ല, അലിമാവോ സാറന്മാര് അങ്ങ് ഗോവയിൽ നിനക്ക് ഒന്നാന്തരം പണി തന്നോളും. വാസുകിയുടെ മുഖം മുറുകി. ചത്തഴുകിയാലും ഇല്ലെങ്കിലും അവന്മാർക്ക് ജന്മം കൊടുത്ത ഒരുത്തി കാണുമല്ലോടാ. ചെന്നു പറ അവന്മാരോട്. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ വേഷം കെട്ടിച്ച് ബീച്ചിൽ കൊണ്ടിരുത്താൻ. അടിയേറ്റതുപോലെ നേതാവിൻ്റെ മുഖം ചുളിഞ്ഞു. എടി പോടാ. ചീറ്റ ഒന്ന് മുറുമുറുത്തു. അവൻ വാസുകിയുടെ ആജ്ഞയ്ക്ക് കാത്തു. അപ്പോഴെങ്ങനാ, എൻ്റെ ശവമോ അതോ ജീവനുള്ള ശരീരമോ നിങ്ങൾക്ക് വേണ്ടത്? കാളിചരൺ ചുണ്ടു കടിച്ചുകൊണ്ട് മേശയിൽ ഒന്ന് തടവി. ജീവച്ഛവമായിട്ട്. നേതാവ് അലറി. അതായത് നീ ചാവാനും പാടില്ല, എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയുകയും അരുത്. കാളി ചുറ്റും ശ്രദ്ധിച്ചു. അവർ 4 പേർ നിൽക്കുന്ന ഭാഗത്തുകൂടിയല്ലാതെ തങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമല്ല. മറുവശത്ത് നിൽക്കുന്നവർ ഇങ്ങെത്താൻ സമയമെടുക്കും. നേതാവ് ഒരു ഇടിക്കട്ടയെടുത്ത് വിരലുകൾ കോർത്തു പിടിച്ചു.
പിത്തളയിൽ തീർത്ത അതിൽ മുന്നോട്ട് 1 ഇഞ്ച് നീളത്തിൽ തള്ളി നിൽക്കുന്ന 4 കട്ടകൾ. അയാൾ ഒരു വശത്തെ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ മറുവശത്തേക്ക് 2.5 ഇഞ്ച് നീളമുള്ള ഒരു കത്തിയും ചാടി നിന്നു. കാളിയുടെ കണ്ണുകൾ വല്ലാതെ ഇടുങ്ങി. അടുത്ത നിമിഷം മറ്റുള്ളവരും ആയുധങ്ങളെടുത്തു. അപ്പോൾ തുടങ്ങിയേക്കാം. എന്താ? കാളി വാസുകിയെ നോക്കി. നീ അങ്ങോട്ട് മാറി നിന്നോ. വാസുകി ഒരു വശത്തേക്കൊഴിഞ്ഞു. ഞൊടിയിടയിൽ നേതാവ് കാളിക്ക് നേരെ പറന്നു വന്നു. അയാളുടെ ഇടിക്കട്ട അവൻ്റെ മുഖത്തിനു നേരെ മിന്നൽ പോലെ. കാളി പാറയിലേക്ക് കുനിഞ്ഞു. പിന്നെ തനിക്ക് മീതെ വന്ന കയ്യിൽ പിടിമുറുക്കി. ഒന്ന് തിരിച്ചുകൊണ്ട് മേലേക്ക് ഉയർന്നു. പലക പൊട്ടുന്നതുപോലെ ഒരു ശബ്ദം കേട്ടു. അയാളുടെ അലർച്ച ജലത്തിൻ്റെ മുഴക്കത്തിനും മീതെ പോയി. കാളി ആ കൈയിലെ പിടിവിടാതെ ഒന്നുകൂടി കറക്കി. അയാൾ വളഞ്ഞ ജലപാതത്തിന് നേരെയായി. കാളിചരൺ പിടിവിട്ടതും അയാളുടെ പുറത്ത് ഒറ്റച്ചവിട്ട്. അയ്യോ! അയാൾ മദാമക്കുളത്തിലേക്ക് മറിഞ്ഞു. ജലപാതം അയാളെ അടിയിലേക്ക് താഴ്ത്തി. പിന്നെ വട്ടം കറക്കിപ്പൊക്കി. തുടർന്ന് അഗാധതയിലേക്കൊഴുകി. എടാ! ഇപ്പുറത്തു നിന്നിരുന്ന 3 പേരും ഒന്നിച്ച് ചാടിയെത്തി. ചീറ്റ, ക്യാച്ച് ഹിം! വാസുകിയുടെ കൽപ്പന. അവൻ കുതിച്ചു ചാടി ഒരുവന്റെ വാൾ പിടിച്ച കയ്യിൽ കടിയേറ്റു. പോ പട്ടി! അയാൾ അതിനെ കുടഞ്ഞു കളയാൻ ശ്രമിച്ചു. ചീറ്റ വിട്ടില്ല. അയാളുടെ കയ്യിലെ ആയുധം പിടിവിട്ടു വീണു. ആ ക്ഷണം പുലിയേക്കാൾ വേഗത്തിൽ കുതിച്ചു ചെന്ന് വാസുകി അയാളെ ആക്രമിച്ചു. വഴുവഴുത്ത പാറയിലൂടെ അയാളും തെന്നിപ്പോയി. കാളി മൂന്നാമൻ്റെ അടി തടഞ്ഞ് പിന്നോട്ട് തള്ളുന്നതിനിടയിലാണ് അത് കണ്ടത്. കഴുകനെ പോലെ പറന്നുയർന്ന വാസുകിയുടെ കാൽപ്പത്തി ഒരുവന്റെ കഴുത്ത് തകർക്കുന്നു. പിടലി ഒടിഞ്ഞതുപോലെ അയാളും വീണു. കാളി നാലാമൻ്റെ നെഞ്ചിനു മധ്യത്തിൽ കൈ ചുരുട്ടി ഒറ്റയിടി. അയാളുടെ വായിൽ നിന്ന് ഒരു കവിൾ ചോര തെറിച്ചു. കാളി താഴേക്കു കുനിഞ്ഞു. അയാളുടെ ഇടുപ്പിലും ഷർട്ടിലും കുത്തിപ്പിടിച്ച് തലയ്ക്ക് മീതെ ഉയർത്തി ഒന്ന് വട്ടം കറക്കി. പിന്നെ വലിച്ചുരേറ്. 4 പേരും വീണതോടെ അപ്പുറത്തുള്ളവർ ഒന്ന് പരുങ്ങി. എന്നാൽ പിടിക്കട! ഒരു ഗർജനം. കാളിയും വാസുകിയും കണ്ടു. അപ്പുറത്തുകൂടി പാഞ്ഞു വരുന്ന റോക്കി അലിമാവോയും ഒരു സംഘം ഗുണ്ടകളും. വാസുകി, വാടി! അവളുടെ കൈ പിടിച്ചുകൊണ്ട് അവൻ ഓടി. പിന്നാലെ ചീറ്റയും. അധ്യായം 12. മിന്നൽ വേഗത്തിൽ കാളിചരൺ ഒന്ന് കുനിഞ്ഞു. ആക്രമിക്കാനെത്തിയ അലിമാവോ സംഘത്തിലെ ആരുടെയോ കയ്യിൽ നിന്ന് തെറിച്ചു വീണ ഒരു വാൾ അവിടെ കിടന്നിരുന്നു. തിരുപ്പാച്ചി വാൾ. കാളി അതെടുത്തു. അതിനിടെ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. 10ഓളം പേരുണ്ട് റോക്കി അലിമാവോയുടെ കൂടെ. മദാമക്കുളത്തിൽ നിന്ന് കുതിച്ചു മറിയുന്ന വെള്ളത്തിലൂടെ ഇപ്പുറം കടക്കാനുള്ള ശ്രമത്തിലാണവർ. വഴുവഴുത്തതും മിനുസമേറിയതുമായ ഉരുണ്ട പാറകളാണവിടെ. അതിനാൽ ഇപ്പുറമെത്തുക അസാധ്യം. ഒന്ന് കാൽ വഴുതിയാൽ കഥ തീരും. എടാ! വെള്ളത്തെ മുറിച്ചു കിടക്കുന്നതിനിടയിൽ റോക്കി അലറി. എൻ്റെ ഭായിക്ക് ബോധം വീഴുമ്പോൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട വാർത്ത നിന്റെ പതനമാടാ. ആദ്യം കാണേണ്ടത് നിന്റെ ഇടിച്ചു നുറുക്കിയ ശരീരവും. അതിനാടാ എൻ്റെ ഈ വരവ്. ഈ വനത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വേട്ടയാടി പിടിച്ചിരിക്കും. നിന്റെ ചങ്കുറപ്പിൻ്റെ അളവെടുക്കാൻ, നെഞ്ചിലെ പിടപ്പിൻ്റെ എണ്ണമെടുക്കാൻ. അല്ലാതിനി ഗോവയിലേക്കൊരു മടക്കമില്ല. കാളിചരണിൻ്റെ നെറ്റിയിലെ ഞരമ്പുകൾ ചിലന്തിക്കാലുകൾ പോലെ പിടച്ചുയർന്നു. നോക്ക്, എന്നെ വേട്ടയാടും മുമ്പ് നീ ഓർക്കണം, ചിന്തിക്കണം. നിനക്കിനി ഈ ലോകത്ത് ഒരുപാട് കാലം ജീവിക്കേണ്ടതാണെന്ന്. അതല്ല ജീവിതം മടുത്തു കഴിഞ്ഞെങ്കിൽ വാ, നിനക്കുള്ള അന്ത്യവിധിയുടെ ദൈവനിശ്ചയം നിന്റെ തല ചുരുണ്ടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. അടുത്ത നിമിഷം വാസുകിക്ക് ഒരു യുക്തി തോന്നി. അടയാളം പോലെ അവൾ വിളിച്ചു, ചീറ്റ. അത് മതിയായിരുന്നു നായയ്ക്ക്. ഇരയെ കിട്ടിയ കടുവയുടെ ക്രൗര്യത്തോടെ ചീറ്റ വെട്ടിത്തിരിഞ്ഞു. പിന്നെ റോക്കിക്കും സംഘത്തിനു നേരെ കുതിച്ചു. അപ്രതീക്ഷിതമായിരുന്നു അത്. അവർ പതറിപ്പോയി. പിന്തിരിയാനും മുന്നോട്ടു പോകാനും പറ്റാത്ത അവസ്ഥ. പരിഭ്രമത്തിനിടെ റോക്കിയുടെ കാൽ വഴുതി. അവൻ വെള്ളത്തിലേക്ക് മറിഞ്ഞു. പക്ഷേ ഞൊടിയിൽ ഒരാൾ അവനെ കയറിപ്പിടിച്ചു. അയാളുടെ കൂടെ വേറെ 2 പേരുമുണ്ട്. കുത്തൊഴുക്കിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണ് റോക്കി. പിടി ഒന്നയഞ്ഞാൽ താഴെ പാറയിലേക്ക് വീണ് ചിതറിപ്പോകും. മുന്നിൽ ആക്രമിക്കാനൊരുങ്ങി നിൽക്കുന്ന ചീറ്റ. അവൻ്റെ കഴുത്തിലെ ചങ്ങല വെള്ളി പോലെ വെട്ടിത്തിളങ്ങി. കണ്ണുകളിൽ പകയുടെ ഓളം വെട്ടൽ. ചീറ്റയുടെ കുര മലമടക്കുകളെ വിറപ്പിച്ചു. സാബിനെ രക്ഷിക്കട! ഗുണ്ടകളിൽ ഒരാൾ നിലവിളിച്ചു. അവർ ഒരുമിച്ച് ചേർന്ന് റോക്കിയെ വെള്ളത്തിൽ നിന്ന് വലിച്ചുയർത്താൻ ശ്രമിച്ചു. അപ്പോഴേക്കും കാളിചരണും വാസുകിയും കുന്നിൻ ചെരുവിലൂടെ ഓടി റോഡ് മുറിച്ചൊഴുകുന്ന വെള്ളത്തിനപ്പുറം എത്തിയിരുന്നു. ചീറ്റ! കിതച്ചുകൊണ്ട് കാളി വാസുകിയുടെ കയ്യിലെ പിടിവിട്ടു. അവൻ വന്നോളും, അവൾ പറഞ്ഞു. ഇരുവരും റോഡിലൂടെ മുന്നോട്ടോടി. അവിടെ വനത്തിലൂടെ മദാമക്കുളത്തിലേക്ക് പോകുന്ന ഭാഗത്തെ കൊടുംവളവിൽ 2 വാഹനങ്ങൾ കിടപ്പുണ്ടായിരുന്നു. 540യും സ്കോർപിയോയും. അതിലാരുമില്ല. എല്ലാവരും ചേർന്നാണ് തങ്ങളുടെ പിന്നാലെ വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി.
മുന്നിൽ കിടന്ന 540യുടെ ഡ്രൈവിംഗ് സീറ്റിനടുത്തെത്തി കാളി നോക്കി. കീ അതിൽ തന്നെയുണ്ട്. വാസുകി, ആ സ്കോർപിയോ കുറുകെ ഇടടി. ബാക്കി പറയാതെ അവൻ കയ്യിലിരുന്ന തിരുപ്പാച്ചി വാൾ അവൾക്ക് നേരെ എറിഞ്ഞുകൊടുത്തു. അവൾ അത് പിടിച്ചു. പിന്നെ ഞൊടിയിടയിൽ കയറി സ്കോർപിയോ സ്റ്റാർട്ട് ചെയ്തു. അത് മുന്നോട്ടെടുത്ത് ഒന്ന് വട്ടം തിരിച്ച് റിവേഴ്സിൽ കൊണ്ടുവന്നു. ഇപ്പോഴത് റോഡിന് കുറുകെയായി. ഇനി ഇതുവഴി മറ്റൊരു വാഹനത്തിന് കടന്നു പോകാനാവില്ല. വണ്ടിയുടെ കീ അവൾ തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. തുടർന്ന് തിരുപ്പാച്ചി വാളെടുത്ത് 4 ടയറുകളും സ്റ്റെപ്പിനെയും വെട്ടിക്കീറി. അന്ത്യശ്വാസം പോലെ ടയറുകളിലെ കാറ്റ് ചീറ്റിപ്പോയി. വണ്ടി താഴേക്കമർന്നു. കാളിച്ചരൺ 540 സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരുന്നു. വാസുകി ഓടിവന്ന് അതിൽ കയറി. ചീറ്റ. കാളി തിരിഞ്ഞു നോക്കി. റോഡിലെ വെള്ളത്തിലൂടെ ഒരു പുലിയെപ്പോലെ ചാടിക്കുതിച്ചു വരുന്നു നായ. ഒന്നും പറയാതെ തന്നെ അത് 540യുടെ പിന്നിലേക്ക് ചാടിക്കയറി. കല്ലുകൾക്ക് മുകളിലൂടെ ജീപ്പ് പാഞ്ഞു. കാളിച്ചരൺ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്തു. പക്ഷേ അതിൽ വെള്ളം കയറിയിരുന്നു. ഡിസ്പ്ലേ സ്ക്രീൻ മഞ്ഞു പാളി പോലെ. നിന്റെ ഫോൺ കയ്യിലുണ്ടല്ലോ? അവൻ വാസുകിയെ നോക്കി. ഉണ്ട്. അവളത് എടുത്തു. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ റേഞ്ച് ഉണ്ടാവും. അപ്പോൾ നീ ഡ്രൈവർ മോനിയെ വിളിക്കണം. ചരിഞ്ഞും കുലുങ്ങിയും എടുത്തു ചാടിയും നിലം തൊടാതെ പായുകയാണ് 540. ഇനി റോക്കിയും സംഘവും മടങ്ങിയെത്താൻ കുറേ വൈകും. നടന്നു പോരുകയല്ലാതെ അവർക്ക് നിവൃത്തിയില്ല. മറ്റു വാഹനങ്ങൾ വിളിക്കാനോ പോലീസിൽ അറിയിക്കാനോ അവിടെ റേഞ്ചുമില്ല. നമ്മുടെ ഭാഗ്യം. കാളി വെറുതെ പിന്നോട്ട് തിരിഞ്ഞു. 2 പേരുടെയും ഇടയിലൂടെ തല മുന്നോട്ട് നീട്ടി നിൽക്കുകയാണ് ചീറ്റ. വാസുകി അതിൻ്റെ നെറ്റിയിൽ ഒരുമ്മ കൊടുത്തു. വണ്ടി ഓടിക്കൊണ്ടിരുന്നു. വാസുകി തിരക്കി. നമ്മുടെ അടുത്ത പരിപാടി എങ്ങനാ? അത് തീരുമാനിക്കണം. കാളി ചിന്തയോടെ താടി ചൊറിഞ്ഞു. എന്തായാലും പോലീസിൽ പിടികൊടുക്കാൻ പാടില്ല. ദേ, ഫോണിന് റേഞ്ച് കിട്ടി. വാസുകി വിളിച്ചു പറഞ്ഞു. പിന്നെ മോനിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഇങ്ങോട്ട് താടി. കാളി ഫോൺ വാങ്ങിയിട്ട് തിരക്കി. മോനി, നീ എവിടാ? പള്ളിക്കുന്നിലുണ്ട്. കാളിയോ? അവൻ കാര്യം ചുരുക്കി പറഞ്ഞു. കാളി, നിങ്ങളേതായാലും മെയിൻ റോഡിൽ വരരുത്. അവിടെ ഇപ്പോഴും പോലീസുണ്ട്. കാളിച്ചരണിൻ്റെ നെറ്റി ചുളിഞ്ഞു. പിന്നെന്ത് ചെയ്യും? ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം മോനിയുടെ മറുപടി കിട്ടി. ആഷ്ലി ബംഗ്ലാവിനടുത്തെത്തുമ്പോൾ വണ്ടി തേയിലത്തോട്ടത്തിലേക്ക് തള്ളിയേര്. അവിടെ നിന്ന് നോക്കിയാൽ ഇപ്പുറത്തെ കുന്നിൽ സെന്റ് ജോർജ് പള്ളി കാണാം. തോട്ടത്തിലൂടെ കുറുകെ ഇറങ്ങി അതിന് പിന്നിലെത്തണം. കുറച്ച് ദുർഘടമാ. പള്ളിക്ക് പിന്നിലെ സെമിത്തേരിയിൽ നിങ്ങളിരിക്കുക. ഞാനങ്ങ് എത്തിക്കോളാം. ഓക്കെ. കാളി സമ്മതിച്ചു. പിന്നെ മണിക്കുട്ടൻ എന്തിയെ? അവന് കുഴപ്പമില്ല. എൻ്റെ വീട്ടിലുണ്ട്. ഞാനവനെ ഏലപ്പാറയിലെ കാരുണ്യ ക്ലിനിക്കിൽ കൊണ്ടുപോയിരുന്നു. പ്രശ്നമില്ലെന്ന ഡോക്ടർ പറഞ്ഞത്. കാളി ഒന്ന് മൂളി. അകലെയായി റോഡിന് വലതുവശത്തെ ചെറിയ കുന്നിൽ വൃക്ഷങ്ങൾക്ക് നടുവിൽ ആഷ്ലി ബംഗ്ലാവ് കാണുന്നുണ്ടായിരുന്നു. KGF. ഉച്ച കഴിഞ്ഞിട്ടും ഖനിക്കുള്ളിൽ കാണാതായവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. താഴത്തെ 2 സ്റ്റേജുകൾ പൂർണ്ണമായും മുങ്ങിയതോടെ വെള്ളം പമ്പ് ചെയ്ത് നീക്കിത്തുടങ്ങി. ഉറ്റവരെ കാത്ത് കേജുകളുടെ ഭാഗത്ത് കാത്തിരുന്ന ജനങ്ങളുടെ ക്ഷമ നശിച്ചു കഴിഞ്ഞിരുന്നു. കാവൽ നിന്നിരുന്ന പോലീസുകാരുടെ നേർക്കും ഉയർന്ന ഖനി ജീവനക്കാരുടെ മുന്നിലും അവർ പൊട്ടിത്തെറിച്ചു. എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടായേ പറ്റൂ സാറന്മാരെ. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞങ്ങൾ ഇറങ്ങി തിരഞ്ഞോളാം. കനകസഭാപതി മുന്നോട്ട് ചെന്നു. പക്ഷേ ജീവനക്കാരും പോലീസുകാരും സമ്മതിച്ചില്ല. അവസാനം പ്രശ്നം യൂണിയൻ നേതാക്കളുടെ മുന്നിലെത്തി. തൊഴിലാളി സംഘടനകളുടെ നേതാക്കൾ മാനേജ്മെൻറ്റുമായി തർക്കിച്ചു. അടിയന്തരമായ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് എല്ലാവരും കൂടി. എന്നാൽ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് തണുത്ത പ്രതികരണമായിരുന്നു. നിങ്ങളോട് പ്രത്യേകിച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് തരേണ്ട കാര്യമില്ലല്ലോ. നന്ദി ദുർഗിൻ്റെ ചെയർമാൻ കം മാനേജർ സംസാരിച്ചു. ഇതിനുള്ളിൽ കുടുങ്ങിപ്പോയവരെ രക്ഷപ്പെടുത്തുക അത്ര നിസ്സാര കാര്യമല്ല. എല്ലാവരെക്കുറിച്ചും വിവരങ്ങൾ ലഭിച്ചെന്നും വരില്ല. ഏതായാലും ഖനിയുടെ പ്രവർത്തനങ്ങൾ നിർത്തുകയാണല്ലോ സർ. അതിനാൽ പുറത്തുള്ള തൊഴിലാളികളെ കൂടി അകത്തേക്കിറക്കി രക്ഷാപ്രവർത്തനം വിപുലപ്പെടുത്തിയാലെന്താ? അവർക്കാകുമ്പോൾ ഖനിയുടെ ഉൾവശത്തെക്കുറിച്ച് ധാരണയുണ്ട്. ഇപ്പോൾ അകത്തുള്ള പോലീസും ദൗത്യസേനയും ഒരുപക്ഷെ ആദ്യമായിട്ടാവും അവിടെ ചെല്ലുന്നത് തന്നെ. ചന്ദ്രപ്പൻ കിടാവ് ശബ്ദമുയർത്തി. തൊഴിലാളികളെ അങ്ങോട്ട് വിടുന്ന പ്രശ്നമില്ല. സ്വർണമാണവിടെ. മാനേജർമാർ തീർത്തു പറഞ്ഞു. അതെന്താ, ഈ അവസ്ഥയിലും ഞങ്ങൾ സ്വർണം വാരി പുഴുങ്ങി തിന്നുമോ? നേതാക്കൾക്ക് ദേഷ്യം വന്നു. സ്വർണമാണോ മനുഷ്യജീവനാണോ വലുതെന്ന് നിങ്ങളിപ്പോൾ തീർത്തു പറയണം. മാനേജർമാർ കുഴങ്ങി. ആ നേരത്ത് ഓഫീസിന് പുറത്ത് ഒരു ഷെവർലെ കാമറോ കാർ വന്നു നിന്നു. അതിൽ നിന്ന് തൂവെള്ള ഷർട്ടും മുണ്ടും ധരിച്ച കലിംഗറാവു ഇറങ്ങി. അയാൾ മുറിയിലേക്ക് വന്നപ്പോൾ എല്ലാവരും ഭവിതയോടെ എഴുന്നേറ്റു. എന്താ ഇവിടൊരു ഗലാട്ട? കലിംഗറാവു എല്ലാവരെയും നോക്കി. മാനേജർമാർ കാര്യം പറഞ്ഞു. തൊഴിലാളികൾ ആരും ഖനിയിലേക്ക് പോകുന്നില്ല. കലിംഗറാവു കൽപ്പിച്ചു.
അകത്ത് ചത്തുകിടക്കുന്നവന്മാരുടെ അഴുകിപ്പുഴുത്ത ശവം മാന്തിപ്പൊളിച്ച് പുറത്തെത്തിക്കണമെന്ന് ഏതു നേതാവിനാടാ ഇത്ര നിർബന്ധം? ഒരു നിമിഷത്തേക്ക് ആരും മിണ്ടിയില്ല. എന്നാൽ മൈസൂർ മൈൻ വർക്കേഴ്സിന്റെ സെക്രട്ടറി ലാസർ പെട്ടെന്ന് തിരക്കി. റാവു സാബിനെന്താ ഇക്കാര്യത്തിൽ ഇടപെടാൻ ഇത്ര താല്പര്യം? താങ്കൾ ഖനിയിലെ ഉദ്യോഗസ്ഥനോ ഇവിടുത്തെ ജനനേതാവോ അല്ലല്ലോ. കമ്പനി ഇന്ത്യ ഗവൺമെന്റിൻ്റേതല്ലേ, അല്ലാതെ സാബിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊന്നുമല്ലല്ലോ. ഇവിടുത്തെ തൊഴിലാളി സഖാക്കളുടെ കാര്യത്തിൽ ഞങ്ങളുടെ ഉത്കണ്ഠയും സങ്കടവുമുണ്ട്. അതിനാൽ ഈ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. മുഖമടച്ച് ഒരടിയേറ്റതുപോലെ കലിംഗറാവു ഒന്നു പിളറി. നരച്ചു നീണ്ട താടിയിൽ തലോടുകയായിരുന്ന അയാളുടെ വിരലുകൾ പെട്ടെന്ന് നിശ്ചലമായി. വെളുത്ത കൃഷ്ണമണികൾ ഒന്നിടുങ്ങിവെട്ടി. എന്നാൽ പെട്ടെന്ന് അയാൾ ഭാവം മാറ്റി. കൊള്ളാം, മിടുക്കൻ. നേതാവായാൽ ഇങ്ങനെ വേണം. ഇങ്ങനെയേ ആകാവൂ. നിന്റെ രക്തത്തിന്റെ തിളപ്പ്, ഊർജം, ആവേശം, ചിന്തയുടെ വേഗത. അയാൾ ചിരിച്ചു. എനിക്കൊത്തിരി ഇഷ്ടമായി നിന്നെ. ഈ വീര്യം കെടാതെ സൂക്ഷിച്ചോണേ. അയാളുടെ വാക്കുകളിൽ ലാസറിന് അപകടം മണത്തു. മാത്രമല്ല, ഖനിക്കുള്ളിൽ കലിംഗറാവുവിന്റെ നേതൃത്വത്തിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും ലാസറിന് ഉറപ്പായി. അതിൽ ഈ മാനേജർമാർക്കും പങ്കുണ്ട്. അപ്പോൾ ഈ KGF-ൽ റാവു സാബിനെ ചോദ്യം ചെയ്യാനും ഒരു നായിന്റെ മോൻ വളർന്നു അല്ലേടാ? പൊടുന്നനെ പിന്നിൽ ഒരു ഗർജനം. സകലരും കിടുങ്ങിത്തിരിഞ്ഞു നോക്കി. വാതിലിൽ ഇരുപടികളിലും പിടിച്ച് അയാൾ നിൽക്കുന്നു. കുരങ്ങ് കൃഷ്ണ, കലിംഗറാവുവിന്റെ സൈന്യാധിപൻ. 35-ൽ താഴെയെ കാണുപ്രായം. എന്നാൽ ഉരുക്കിൽ തീർത്തതുപോലെയുള്ള രൂപം, കല്ലിപ്പ് മാത്രമുള്ള മുഖം. ലാസറിന് ശബ്ദിക്കാനുള്ള ശക്തി പോലും നഷ്ടപ്പെട്ടു. കലിംഗറാവു ഒരിക്കൽ കൂടി പുഞ്ചിരിച്ചു. പിന്നെ എല്ലാവരോടുമായി പറഞ്ഞു, ഞാൻ ഈ വഴി വന്നപ്പോൾ ഒന്ന് കയറിയെന്നേയുള്ളൂ. എന്തായി രക്ഷാപ്രവർത്തനം എന്നറിയാൻ. അപ്പോൾ ഇനി പോകുന്നു. പുറത്തേക്ക് നടക്കുമ്പോൾ അയാളുടെ കൂർത്ത കണ്ണുകൾ സൂചിമുനകൾ പോലെ ഒരിക്കൽ കൂടി ലാസറിൽ ചെന്നുമുട്ടി. ഈ മുഖം, ഇത് ഞാൻ മറക്കില്ല കേട്ടോടാ. പെട്ടെന്നാണ് DYSP ശേഷണ്ണയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയത്. എന്താണിവിടെ പ്രോബ്ലം? അയാൾ മാനേജർമാർക്ക് നേരെ കണ്ണയച്ചു. ഇവർക്ക് ഖനിയിലിറങ്ങണമെന്ന് ഒരാൾ അറിയിച്ചു. അത് പറ്റില്ല. ആരെയും അങ്ങോട്ട് വിടരുതെന്ന് ഗവൺമെന്റിന്റെ കർശന നിർദ്ദേശമുണ്ട്. മാത്രമല്ല, ഈ സമയത്ത് മാനേജർമാർ ഇവിടെ ഇരുന്നാൽ പറ്റില്ല. രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം. തൊഴിലാളി നേതാക്കളെ അവിടെ നിന്ന് പറഞ്ഞുവിടാൻ അയാൾക്ക് തിടുക്കമുള്ളതുപോലെ തോന്നി. നിങ്ങൾ പിരിഞ്ഞു പോകണം. ഞങ്ങൾ പോകാം, തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ലാസർ എഴുന്നേറ്റു. പക്ഷേ നിങ്ങളെല്ലാവരും കൂടി എന്തെങ്കിലും കള്ളക്കളിക്ക് മുതിർന്നാൽ അത് കണ്ടുപിടിച്ചിരിക്കും സാർ ഞങ്ങൾ. ശേഷണ്ണയുടെ നെറ്റിയൊന്നു ചുളിഞ്ഞു. തൊഴിലാളികൾ പോയി. ശേഷം ബാൽഘാട്ട് ഗോൾഡ് ഖനിയുടെ മാനേജർ ശേഷണ്ണയുടെ ശബ്ദം താഴ്ത്തി. നിർത്തുന്ന ഖനിക്കുള്ളിൽ നമുക്ക് ഇങ്ങനെയൊരവസരം ഉണ്ടാക്കിത്തന്നത് ദൈവമല്ല, കലിംഗറാവു സാബ. പക്ഷേ അവൻ, ലാസർ, അവനിൽ എപ്പോഴും ഒരു കണ്ണു വേണം. അതെനിക്ക് വിട്ടേര് സർ. പക്ഷേ നമ്മൾ തമ്മിലുള്ള ഉടമ്പടി. അയാൾ സംശയം പ്രകടിപ്പിച്ചു. അതിൽ മാറ്റമുണ്ടാവില്ല. കാരണം ആ ഉറപ്പ് റാവു സാബിൻ്റേതാ. എല്ലാവരും ചിരിച്ചു. 5 ലൈറ്റ്സ്. വീടിന് പുറത്ത് അപ്പോഴും ജനരോഷത്തിന്റെ അലകൾ കേൾക്കുന്നുണ്ടായിരുന്നു വിഷുജാല. അവൾ മുറിക്കുള്ളിൽ തന്നെ ഇരിക്കുകയാണ്. റോഡിലൂടെ ഓരോ വാഹനം പോകുമ്പോഴും അവൾ നടുക്കം കൊണ്ടു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നാഗരാജൻ അങ്കിൾ ചോദിച്ചത് അവൾ ഓർത്തു. എന്തിനാണ് താൻ ചിറ്റാറിൽ നിന്ന് പോന്നതെന്ന്. ചോറ് നെറുകയിൽ കയറിയതിനാൽ തൽക്കാലം താൻ രക്ഷപ്പെട്ടു. എന്തോ പന്തികേട് തോന്നിയതിനാലും പിന്നീടാരും അതേക്കുറിച്ചൊന്നും ചോദിച്ചില്ല. ഭക്ഷണശേഷം നേരെ മുറിയിൽ എത്തിയതാണവൾ. പിന്നെ പുറത്തിറങ്ങിയിട്ടില്ല. അപൂർവയും ആശയും അങ്ങോട്ട് വന്നു. ചേച്ചി എന്താ ഇവിടെ തന്നെ ഇരിക്കുന്നത്? ഇന്ന് കുളിച്ചതുപോലുമല്ലല്ലോ. വിഷുജാല ദയനീയമായി അപൂർവയെ നോക്കിയതല്ലാതെ മിണ്ടിയില്ല. ഞങ്ങൾക്കറിയാം ചേച്ചി. ആശ പറഞ്ഞപ്പോൾ അവൾ വല്ലാതെയൊന്ന് കിടുങ്ങി. എന്തറിയാമെന്ന് അവളുടെ ഒച്ച ചിലമ്പി. നമ്മൾ ഫോൺ ചെയ്യാൻ പോയപ്പോൾ തിമ്മക്കയും മക്കളും അവിടെ വന്നില്ലേ? അപ്പോൾ മുതലാണ് ചേച്ചിയിൽ ഇത്രയും മാറ്റം. പറഞ്ഞത് അപൂർവയാണ്. നട്ടലിനുള്ളിൽ ഒരു പഴുത്ത ലോഹക്കഷ്ണം കുത്തിയിറക്കപ്പെട്ടതുപോലെ പുളഞ്ഞുപോയി വിശ്വജാല. അത് കണ്ട് അപൂർവയും ആശയും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു. ആശ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യ്. നമുക്ക് കോടലിംഗേശ്വരം ക്ഷേത്രത്തിലൊന്നു പോകാം. അവിടുത്തെ അന്തരീക്ഷത്തിൽ ചേച്ചിയുടെ മനസ്സ് ശാന്തമാകാതിരിക്കില്ല. കോടലിംഗേശ്വരം ക്ഷേത്രമോ? അതെവിടെയാ? വിഷുജാല ആ പേര് കേൾക്കുന്നത് ആദ്യമാണ്. ഇവിടുന്ന് 8-9 കിലോമീറ്ററേ ഉള്ളൂ. വിശ്വജാല ചിന്തിച്ചു നോക്കി. ഈശ്വരൻ്റെ മുന്നിൽ മനസ്സൊന്നു തുറന്നാൽ ഇത്തിരി ശാന്തത കിട്ടിയേക്കും. പക്ഷേ അതിനിടയ്ക്ക് ആ ഓട്ടോ ഡ്രൈവർ എങ്ങാനും തന്നെ കണ്ടാൽ. നമുക്ക് സുന്ദരൻ്റെ വണ്ടിയിൽ പോകാം, അപൂർവയും നിർബന്ധിച്ചു. പോവുക തന്നെ വിശ്വജാലയും തീരുമാനിച്ചു. അവൾ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി.
കറുപ്പിൽ വലിയ മഞ്ഞപ്പൂക്കളുള്ള ചുരിദാറായിരുന്നു വേഷം. മഞ്ഞ ഷാളും. ആശ പോയി സുന്ദരൻ്റെ ഓട്ടോ വിളിച്ചുകൊണ്ടുവന്നു. ഇരുട്ടു മുമ്പിങ്ങ് പോരണം വനജ നിർദ്ദേശിച്ചു. ശരിയമ്മേ. അപൂർവ തലയാട്ടി. നാഗരാജൻ അനന്തര കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ യൂണിയൻ ഓഫീസിലേക്ക് പോയിരുന്നു. അവർ യാത്രയായി. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്, ഇരുവശത്തും മാവും വേപ്പുമരങ്ങളും. ഈ വഴി പോയാൽ മൂകാംബികയിലും എത്താൻ ചേച്ചി, ആശ പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ കോടലിംഗേശ്വരം ക്ഷേത്രത്തിൽ 30 ലക്ഷം ശിവലിംഗങ്ങൾ ഉണ്ടെന്നാണ് കണക്ക്. 30 ലക്ഷമോ? വിശ്വജാലയുടെ കണ്ണു തള്ളി. അതേന്നേ, 1 കോടി പ്രതിമകളാണ് ലക്ഷ്യം. 2 വർഷം മുൻപ് നമ്മുടെ സിനിമാ നടൻ ജയറാമും പാർവതി ചേച്ചിയും കൂടി ഒരു പ്രതിമ സമർപ്പിച്ചിരുന്നു. അപൂർവ ഉത്സാഹത്തോടെ അറിയിച്ചു. ക്ഷേത്രത്തിന് ഏതാണ്ട് 2 കിലോമീറ്റർ ദൂരെ വെച്ച് റോഡിനിരുവശത്തും അങ്ങിങ്ങായി ശിവലിംഗങ്ങൾ കാണപ്പെട്ടു തുടങ്ങി. ക്ഷേത്രത്തോടടുക്കും തോറും അവയുടെ എണ്ണം കൂടി വന്നു. അകലെ വെച്ച് അവർ കണ്ടു, ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു കൂറ്റൻ ശിവലിംഗം. കറുത്ത മാർബിൾ പതിച്ചതാണ് അതെന്ന് തോന്നി. വിശ്വജാല വിസ്മയം കൂറി. ക്ഷേത്ര മതിൽക്കെട്ടിലും പുറത്തുള്ള പറമ്പുകളിലുമെല്ലാം ആയിരക്കണക്കിന് ശിവലിംഗങ്ങൾ. പാർക്കിംഗ് ഏരിയയിലെ ആസ്ബസ്റ്റോ സ്ട്രീറ്റ് പാകിയ മേൽക്കൂരയ്ക്കടിയിൽ സുന്ദരൻ ഓട്ടം നിർത്തി. വേറെയും ധാരാളം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിരുന്നു. നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ കാണും, സുന്ദരൻ പറഞ്ഞു. ക്ഷേത്രത്തെ പകുതി വലം വെച്ച് അവർ എൻട്രൻസ് ഭാഗത്തെത്തി. അവിടെ മുഴുവൻ കടകളാണ്. 15 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടി വന്നു ക്ഷേത്രത്തിൽ കയറാൻ. അകത്തേക്ക് കടന്നപ്പോൾ വിശ്വജാല പകച്ചു. 3 നില കെട്ടിടത്തോളം വലിപ്പം വരും ആദ്യം കണ്ട ശിവലിംഗത്തിന്. അതിൻ്റെ പകുതിയുള്ള മറ്റൊന്ന്. അവയ്ക്ക് മുന്നിൽ ആനുപാതിക വലിപ്പത്തിൽ കാളയുടെ രൂപം. പിന്നെ എവിടേക്ക് തിരിഞ്ഞാലും നിരനിരയായി വച്ചിരിക്കുന്ന ശിവലിംഗങ്ങൾ, പല വലിപ്പത്തിലുള്ളവ. മതിൽക്കെട്ടിനുൾവശം 4-5 ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പമുണ്ട്. തറ കല്ല് പാകിയത്. പ്രധാന ക്ഷേത്രത്തിൽ നിറകണ്ണുകളോടെ വിശ്വജാല പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. കുറെ കഴിഞ്ഞ് മനസ്സിനെത്തിരി ആശ്വാസം വന്ന പോലെ അവൾ പുറത്തിറങ്ങി. ക്ഷേത്രത്തിൽ എന്നതിലുപരി മ്യൂസിയത്തിലോ മറ്റോ എത്തിപ്പെട്ടതുപോലെയായിരുന്നു അവിടെ എത്തിയ ജനങ്ങളിൽ പലരും. ശിവലിംഗങ്ങൾക്കിടയിൽ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നവരും വീഡിയോ എടുക്കുന്നവരും വേറെ. നീളൻ ഷെഡുകളിലൂടെ നടന്ന് ഒരു ഭാഗത്ത് മാറി അവരും ഇരുന്നു. അപൂർവ, ആശ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടരുത്. ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ നെഞ്ചുപൊട്ടി ചത്തുപോകും. വിശ്വജ്വാലയുടെ ശബ്ദം അടച്ചു വന്നു. ചേച്ചി പറ. ഇരുവരും അവൾക്ക് ധൈര്യം പകരാനെന്നവണ്ണം അവളോട് ചേർന്നിരുന്നു. അടുത്ത നിമിഷം ക്ഷേത്രത്തിൽ മണി മുഴങ്ങി. തിമ്മക്ക തിരക്കി നടക്കുന്ന ഒരു പെണ്ണില്ലേ, കോളാർ തങ്കം മരിച്ച സമയത്ത് സയനൈഡ് ഹില്ലിൽ ഉണ്ടായിരുന്നവൾ. അത് ഞാനാ ചേച്ചി. ഇരുവരും ഒന്നിച്ചു വിളിച്ചു. പിന്നെ വല്ലാത്തൊരു നിലവിളിയോടെ ചാടി എഴുന്നേറ്റു. അധ്യായം 13. എന്താ ചേച്ചി പറഞ്ഞത്? ഭയവിഹുലതയോടെ കേട്ടത് വിശ്വസിക്കാൻ കഴിയാതെ അപൂർവ വിശ്വജാലയെ തുറച്ചു നോക്കി. ഞാൻ തന്നെയാ ആ നേരത്ത് സയനൈഡ് ഹില്ലിൽ ഉണ്ടായിരുന്നതെന്ന്. അത് വീണ്ടും പറയുമ്പോൾ അവളുടെ ശബ്ദം വല്ലാതെ ചിലമ്പിയിരുന്നു. അവരുടെ ഇത്തിരി അടുത്തുണ്ടായിരുന്നവരിൽ ചിലർ കാര്യം അറിയാതെയാണെങ്കിലും പെൺകുട്ടികളുടെ പരിഭ്രമം കണ്ട് അവിടേക്ക് ശ്രദ്ധിച്ചു. കേട്ടിട്ട് തന്നെ ശരീരം വിറയ്ക്കുന്ന ചേച്ചി. ഇക്കാര്യം തിമ്മക്ക എങ്ങാനും അറിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ ജീവനോടെ ആരുമുണ്ടാവില്ല. ആശ കരച്ചിലിൻ്റെ വക്കിലെത്തി. കണ്ടില്ലേ, അവര് ഒരു ലോറിയിൽ കൊണ്ടു നടക്കുന്ന കഴിമരം. അവർ ഓരോരുത്തരെയും അതിൽ കെട്ടിത്തൂക്കിയിടും. എടി, ഒന്ന് പതുക്കെ പറ. അപൂർവ അനുജത്തിക്ക് നേരെ കണ്ണുരുട്ടി. പിന്നെ തളർന്നതുപോലെ വിശ്വജാലയുടെ അരികിലിരുന്നു. ഏതായാലും വന്നതു വന്നു ചേച്ചി. അവൾ മനസാന്നിധ്യം വീണ്ടെടുത്തതുപോലെ തോന്നി. കോടി ലിംഗേശ്വരൻ നമ്മെ കാത്തോളും, അങ്ങനെ ആശ്വസിക്കുക. ആ നിമിഷം കൂറ്റൻ ശിവലിംഗത്തിൽ നിന്ന് 2 പച്ച തത്തകൾ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പറന്നകന്നു. പേടിച്ചിട്ടെന്നവണ്ണം. ഇത്തിരി അകന്നിരുന്നുകൊണ്ട് ആശയും വിശ്വജാലയുടെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയാ ചേച്ചി സയനൈഡ് ഹില്ലിൽ ചെന്നത്? വിശ്വജാലയുടെ കണ്ണുകൾ സിമന്റിൽ തീർത്ത കാളയിൽ തറഞ്ഞു നിന്നു. പറയാം. അവളുടെ ഉള്ളിൽ ആ രംഗങ്ങൾ പിടഞ്ഞു വീണുകൊണ്ടിരുന്നു. ഐലൻഡ് എക്സ്പ്രസിൻ്റെ കുടുക്കത്തിനും ഉരുക്കുകൾ കൂട്ടിയുരയുന്ന ശബ്ദത്തിനുമിടയിൽ ഓർമ്മകളും ചതഞ്ഞു ഞെരിഞ്ഞു. നാഗരാജൻ വിളിച്ചപ്പോൾ അങ്കിൾ ഞാൻ കുപ്പം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശ്വജാല ഫോൺ ബാഗിൽ വെച്ചു. ഇനി പെട്ടെന്ന് തന്നെ ബംഗാർപേട്ടയിലെത്തുമെന്ന് അവൾക്കറിയാം. ഒരു ചീർപ്പെടുത്ത് അവൾ മുടി ചീകി പിന്നോട്ടൊതുക്കി ക്ലിപ്പിട്ടു. ട്രെയിനിൻ്റെ താളത്തിനനുസരിച്ച് അടുത്ത ബെർത്തുകളിൽ ഉറങ്ങിക്കിടക്കുന്നവർ കുലുങ്ങുന്നുണ്ട്. ബാത്റൂമിൽ പോകണമെന്ന് വിശ്വജാലയ്ക്ക് തോന്നി. പരിചയമില്ലാത്ത സ്ഥലമല്ലേ. അവൾ ബാഗും കൂടി എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോഴൊന്നും ഉണർന്നിരുന്ന ആരെയും കണ്ടില്ല. അവൾ ബാത്റൂമിൻ്റെ വാതിൽ തള്ളി തുറന്നു.
അടുത്ത നിമിഷം ഒരു വിലാപത്തോടെ പിന്നോട്ട് ചാടി എതിർഭാഗത്തെ വാതിലിൽ ചെന്നിടിച്ചു നിന്ന് കിതച്ചു. മുന്നിൽ കണ്ട രംഗം ഒന്നുകൂടി നോക്കാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു. ഒരു മനുഷ്യൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഭിത്തിയോട് ചേർത്ത് നെഞ്ചിൽ തുരുതുരെ കത്തി കുത്തിക്കയറ്റുന്ന ഒരാൾ, ചീറ്റിത്തെറിക്കുന്ന ചോര, കുത്തുകൊള്ളുന്നയാളുടെ ചതഞ്ഞ നിലവിളി, തങ്കം എന്നെ കൊല്ലരുത്. ആ ശബ്ദം ട്രെയിനിൻ്റെ ഒച്ചയിൽ ലയിച്ചുപോയി. വിഷുജാല വാതിൽ തള്ളി തുറന്നപ്പോൾ കുത്തിക്കൊണ്ടിരുന്ന കോളാർ തങ്കം തിരിഞ്ഞു നോക്കി. ആ കണ്ണുകൾ താൻ വായിച്ചിട്ടുള്ള ഡ്രാക്കുളയുടേതുപോലെയാണെന്ന് അവൾക്ക് തോന്നി. ആകെ പരിഭ്രമിച്ച വിശ്വജാല തൻ്റെ ബെർത്തിന് നേരെ തിരിഞ്ഞോടാൻ ഭാവിച്ചു. അപ്പോൾ എന്തോ തറയിൽ വീഴുന്ന ശബ്ദം. ഒരിക്കൽ കൂടി അങ്ങോട്ട് നോക്കിപ്പോയി. കുത്തുകൊണ്ട മനുഷ്യൻ തറയിൽ കിടന്നു പിടയുന്നു. ഒഴുകിയിറങ്ങുന്ന ചോര ക്ലോസറ്റിലേക്ക് പോകുന്നു. അയ്യോ! നിലവിളിച്ചെങ്കിലും വിശ്വജാലയുടെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അടുത്ത നിമിഷം ഒരു കാട്ടുപന്നിയെപ്പോലെ കോളാർ തങ്കം അവൾക്ക് നേരെ കുതിച്ചു വന്നു. കഴുത്തിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് എതിർവശത്തെ ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് അവളെ അകത്തേക്ക് തള്ളി. ഒപ്പം അവനും കയറി വാതിലടച്ചു. അവൻ്റെ കയ്യിലിരുന്ന കത്തിയിൽ നിന്ന് അപ്പോഴും ചോരത്തുള്ളികൾ ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. പച്ചച്ചോരയുടെ ഗന്ധം. കോളാർ തങ്കം അവളെ അടിമുടി ഒന്ന് നോക്കി. രക്തദാഹിയായ ഒരു ചെന്നായയെപ്പോലെ നാവു നീട്ടി അവൻ ചൊടി നനച്ചു. പിന്നെ ചോരയൊലിക്കുന്ന കത്തി അവളുടെ കഴുത്തിൽ കുറുകെ അമർത്തി. ശ്വാസം വിടാൻ പോലും മറന്ന വിശ്വജാല ഭിത്തിയിൽ തറഞ്ഞു നിന്നു. അവൻ കന്നഡയിൽ എന്തോ കൽപ്പിച്ചു. അവൾക്കത് മനസ്സിലായില്ല. അപ്പോൾ ചോദ്യം മലയാളത്തിലായി. നീ കേരളത്തിൽ നിന്നാണോ? അതെ. അവളുടെ നാവ് അനങ്ങിയെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. ഇനി നിന്റെ വായിൽ നിന്ന് ഞാൻ പറയാതെ ഒരക്ഷരം പോലും ഉയരരുത്. ഉയർന്നാൽ പിന്നെ നീയില്ല. കഴുത്തിനു മുകളിൽ നിന്റെ ഈ തലയില്ല. മനസ്സിലായോ? ഭീതിയോടെ വിശ്വജാല തലയാട്ടി. തങ്കം തുടർന്നു. ഇങ്ങനെ ദൃക്സാക്ഷിയായി ഒരാൾ എൻ്റെ മുന്നിൽ നിന്നാൽ സാധാരണ ഞാൻ ചെയ്യുന്നത് അയാളെയും അങ്ങ് പരലോകത്തേക്ക് പാഴ്സൽ ചെയ്യുകയാണ്. പക്ഷെ നിന്റെ ഈ സൗന്ദര്യം മാത്രമാണിപ്പോൾ രക്ഷിച്ചു നിർത്തിയിരിക്കുന്നത്. ഇത്രയും സുന്ദരിയായ നീ മരിക്കാൻ പാടില്ല. വ്യക്തമാകുന്നുണ്ടോടി? അവൾ മൂളി. മര്യാദയ്ക്ക് ഇറങ്ങി വന്നോണം എൻ്റെ കൂടെ. അസാധാരണമായ ഒരു ചലനമെങ്കിലും നിന്നിൽ നിന്നും ഉണ്ടായാൽ. ബാക്കി പറയാതെ തങ്കം വിശ്വജാലയെ പുറത്തേക്ക് നടത്തി. അവർ വാതിൽക്കലെത്തി. വാതിൽ തുറന്ന് തന്നെ പുറത്തേക്ക് തള്ളാനാവും അവൻ്റെ ഉദ്ദേശമെന്ന് അവൾ ഭയന്നു. നല്ല തണുപ്പിലും അവൾ കുടുകുടെ വേർത്തു. ട്രെയിനിൻ്റെ വേഗത അല്പം കുറഞ്ഞതുപോലെ തോന്നി. അത് ബംഗാർപേട്ട് അടുക്കുകയാണ്. കോളാർ തങ്കം സെൽഫോൺ എടുത്ത് ഒരു നമ്പറിലേക്ക് വിളിച്ച് കന്നഡയിൽ എന്തോ നിർദ്ദേശം നൽകി. പിന്നെ വാതിൽ വലിച്ചു തുറന്നു. തണുത്ത കാറ്റ് അകത്തേക്ക് അടിച്ചു കയറി. അപ്പോഴേക്കും ബംഗാർപേട്ടയിൽ ഇറങ്ങാനുള്ളവർ എഴുന്നേൽക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേട്ടു. വിശ്വജാലയ്ക്ക് അല്പം ആശ്വാസം തോന്നി. എന്നാൽ അടുത്ത നിമിഷം അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തങ്കം പുറത്തേക്ക് ചാടി. രക്ഷിക്കണേ! വിശ്വജാല അലറി വിളിച്ചു. അവളുടെ നിലവിളി ട്രെയിനിൻ്റെ ശബ്ദത്തിൽ കാറ്റുപോലെയായി. മെറ്റലിന് മീതെയാണ് ഇരുവരും വീണത്. പെട്ടെന്ന് തന്നെ തങ്കം ചാടി എഴുന്നേറ്റു. വിശ്വജാലയെ വലിച്ചുയർത്തി. അവൾക്ക് എവിടെയൊക്കെയോ വേദന തോന്നി. കുറച്ചകലെ ബംഗാർപേട്ട് റെയിൽവേ സ്റ്റേഷനിലെ ലൈറ്റുകൾ അവൾ കണ്ടു. ട്രെയിൻ അവിടെ നിൽക്കുന്നു. നാഗരാജനങ്കിൾ തന്നെ തിരയുകയാവും. വിശ്വജാലയ്ക്ക് വേവലാതിയേറി. ദയവ് ചെയ്ത് നിങ്ങളെന്നെ വിടൂ. നിങ്ങൾ ആരെന്ന് പോലും എനിക്കറിയില്ലല്ലോ. ഞാൻ കണ്ടത് ആരോടും പറയുകയുമില്ല. സത്യം. അവൾ കരഞ്ഞുകൊണ്ട് കേണു. പല്ലിളിച്ചുകൊണ്ട് തങ്കം തല കുടഞ്ഞു. നീ ആരെന്ന് എനിക്കും അറിയില്ലടി. കണ്ട കാര്യം നീ ആരോടെങ്കിലും പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിന്റെ ഈ സൗന്ദര്യം അതെന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഞാൻ കൊതിച്ചിട്ടുള്ള യുവതികളാരും ഞാൻ പറയാതെ എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടില്ല. പാറകൾ ഉരയും പോലെ അവൻ്റെ പല്ലുകൾ ഞെരിയുന്ന ശബ്ദം അവൾ കേട്ടു. തൻ്റെ വിധി വിശ്വജാലയ്ക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. പെട്ടെന്ന് റെയിൽ പാളങ്ങൾക്ക് സമാന്തരമായി ഒരു ഓട്ടോ വന്നു. അത് അവർക്കരികിൽ നിന്നു. അതിനുള്ളിൽ എത്ര പേരുണ്ടെന്ന് ഇരുളിൽ അവൾ കണ്ടില്ല. വാടി! തങ്കം അവളെ ഓട്ടോയുടെ പിൻസീറ്റിലേക്ക് വലിച്ചിട്ടു. പിന്നെ ഒപ്പം കയറി. അവളുടെ ഇടുപ്പിൽ കത്തിമുന അമർന്നു. ഇനി അനങ്ങിപ്പോകരുത്. തുടർന്ന് ഓട്ടോ ഡ്രൈവറോട് കൽപ്പിച്ചു. സൈനൈഡ് ഹില്ലിലേക്ക് വിട്. മറുത്ത് ഒരക്ഷരം പറയാതെ ഡ്രൈവർ ഓട്ടോ തിരിച്ചു. സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് അടിയിലൂടെ അവൾക്ക് അജ്ഞാതമായ വഴിയെ ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു. വിശ്വജാലയുടെ കണ്ണുകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകി. അവൾ കാളിചരണനെ ഓർത്തു. ഇവിടെ താൻ സുരക്ഷിതയായിരിക്കുമെന്ന വിശ്വാസത്തിലാണ് അവൻ തന്നോട് ഇങ്ങോട്ട് പോരാൻ പറഞ്ഞത്. അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. ഇരുളിൻ്റെ കട്ടി കുറയുകയാണ്. അവസാനം അവൾ കണ്ടു. ഒരു മൺമലയിലേക്ക് വളഞ്ഞു പൊളഞ്ഞ റോഡിലൂടെ കയറുകയാണ്. ഇതാണോ ഇയാൾ പറഞ്ഞ സൈനൈഡ് ഹിൽ? വിഷത്തിൻ്റേതുപോലെ ഒരു ഗന്ധം അവിടെ തങ്ങി നിൽപ്പുണ്ടെന്ന് വിശ്വജാലയ്ക്ക് തോന്നി.
സൈനൈഡ് ഹില്ലിന് മുകളിൽ ഓട്ടോ നിന്നു. ഇറങ്ങടി. കോളാർ തങ്കം അവളെ വലിച്ചിറക്കി. അവൾ മുന്നോട്ട് വേച്ച് പൂഴിയിലേക്ക് വീണു. ബാഗ് കയ്യിൽ നിന്ന് പിടിവിട്ടു. അപ്പോൾ ഓട്ടോ ഡ്രൈവർ അവളെ ശരിക്കു കണ്ടു. ചേട്ടാ, എന്നെ രക്ഷിക്ക്. വിശുജാല അയാൾക്ക് നേരെ കൈകൂപ്പി. അടുത്ത നിമിഷം അവളുടെ മുടിയിൽ തങ്കത്തിൻ്റെ പിടി വീണു. ഒരു ചെടി പിഴുതെടുക്കുന്നത് പോലെ അവൾ മുകളിലേക്ക് ഉയർത്തപ്പെട്ടു. തുടർന്ന് കോളാർ തങ്കം ഓട്ടോ ഡ്രൈവറോട് കൽപ്പിച്ചു, നിനക്ക് പോകാം. പ്രാണൻ തിരിച്ചു കിട്ടിയതുപോലെ അയാൾ ഓട്ടോയുമായി പാഞ്ഞുപോയി. ആർത്തി ചുരം മാന്തുന്ന മനസ്സോടെ കോളാർ തങ്കം അവളെ ചുറ്റിപ്പിടിച്ചു മുറുക്കി. വിശുജാല കുതറി, വിടര ചെകുത്താനെ, എന്നെ രക്ഷയില്ല. ഉരുക്കുപൂട്ടിൽ വീണതുപോലെയായിരുന്നു അവൾ. പെട്ടെന്ന് കുന്നിൻ്റെ താഴ്വാരത്തിൽ ഒരു വാഹനത്തിൻ്റെ മുരൾച്ച. ഇവിടെ നിന്ന് അനങ്ങരുത്. അവളെ വിട്ട് തങ്കം മണൽത്തിട്ടയിൽ നിന്ന് താഴേക്ക് നോക്കി. വളഞ്ഞു തിരിഞ്ഞ് കുന്നിലേക്ക് കയറി വരുന്ന 2 പ്രകാശഗോളങ്ങൾ. കോളർ തങ്കത്തിൻ്റെ പുരുകം വളഞ്ഞു. ശത്രു സാന്നിധ്യത്തിൻ്റെ ചൂര്. ഈ നേരത്തിനുള്ളിൽ വിശുജാല ബാഗിൽ നിന്ന് തൻ്റെ സെൽഫോൺ എടുത്തു. നാഗരാജനെ വിളിക്കുകയായിരുന്നു ലക്ഷ്യം. ആ സെക്കൻഡിൽ തങ്കം വെട്ടിത്തിരിഞ്ഞ് കൈവീശി ഒറ്റയടി വിശുജാലയുടെ കരണത്ത്. നായിൻ്റെ മോളെ, കളിയെടുക്കുന്നോ? അവൾ ഒന്ന് വട്ടം കറങ്ങി വീണു. തങ്കം അവളുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി തറയിലേക്ക് ആഞ്ഞെറിഞ്ഞു. അത് പിളർന്നുപോയി. സിംഹം മാൻകുട്ടിയെ കടിച്ചു വലിക്കുന്നത് പോലെ തങ്കം അവളെ തറയിലൂടെ വലിച്ചിഴച്ചു. അപ്പോൾ പൊടിയിളകി. നിമിഷത്തിനുള്ളിൽ ചാടി ഉയർന്നു വരുന്നത് പോലെ ഒരു വാഹനത്തിൻ്റെ മുഖം കുന്നിൻ മുകളിൽ തെളിഞ്ഞു. കട്ടി വെളിച്ചം അവരിൽ തറഞ്ഞു. കോളർ തങ്കം ഒരു മാത്ര പകച്ചു. 10 അടി മുന്നിലായി ആ വണ്ടി നിന്നു. അതിൻ്റെ ഡോറുകൾ തിടുക്കത്തിൽ തുറന്നടഞ്ഞു. 4 പേർ മിന്നൽ വേഗത്തിൽ വെളിച്ചത്തിൻ്റെ മുന്നിലെത്തി. തങ്കം, നിന്നെ ഇങ്ങനെ അംഗരക്ഷക പരിവേഷമില്ലാതെ ഒന്ന് കിട്ടാൻ ഞങ്ങൾ എത്രയോ കാലമായി കാത്തിരിക്കുകയാ, അറിയാമോ നിനക്ക്? അവരിൽ ഒരാൾ അലറി. ആ ശബ്ദം കുന്നിൽ നിന്ന് താഴേക്ക് പറന്നുപോയി. ഇപ്പോൾ കിട്ടിയല്ലോ. തങ്കത്തിൻ്റെ പകപ്പ് മാറി. അവൻ വിശുജാലയെ വിട്ടു. നീയൊക്കെ എന്തു ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ. തങ്കം കത്തി നീട്ടി. ഓ, ഈ ചുണ്ണാമ്പ് കത്തികൊണ്ട് നീ എന്താടാ ഞങ്ങളെ ചൊറിയാൻ പോകുവാണോ? അവർ പരിഹസിച്ചു. അടുത്ത നിമിഷം വാഹനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് 2.5 അടി നീളമുള്ള തിളങ്ങുന്ന വാളുകൾ നീണ്ടു. കോളാർ തങ്കം, പുല്ലേ, നിന്റെ യുഗം അവസാനിക്കാൻ പോവുകയാണിവിടെ. രാത്രിക്കും പ്രഭാതത്തിനുമിടയിലുള്ള ഈ നിമിഷങ്ങളിൽ. നേതാവ് പല്ലുകൾ കടിച്ചമർത്തി. എങ്കിൽ പാടാ. തങ്കം കൈകൾ വിരിച്ചു പിടിച്ചു. പെട്ടെന്ന് 3 പേർ മുന്നോട്ട് കുതിക്കാനാഞ്ഞു. വേണ്ട, നേതാവ് തടഞ്ഞു. പിന്നെ അയാൾ മാത്രം കരുതലോടെ മുന്നോട്ട് വന്നു. മറ്റുള്ളവർ ഞൊടിയിടയിൽ അവർക്കൊരു വലയം തീർത്തു. വിശുജാല അടിമുടി വിറച്ചുകൊണ്ട് അവിടെ തറഞ്ഞതുപോലെ നിന്നു. മുന്നോട്ട് വന്നവൻ വാൾ ആഞ്ഞു വീശി. കോളാർ തങ്കം പിന്നോട്ട് വളഞ്ഞു. അയാളുടെ കഴുത്തിന് മുന്നിലൂടെ സെന്റിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ സീൽക്കാരത്തോടെ ഒരു മിന്നൽ പാഞ്ഞുപോയി. ആ സെക്കൻഡിൽ തങ്കം കാലുയർത്തി. ശത്രുവിൻ്റെ വാൾ തെറിച്ചു. തങ്കം കുതിച്ചു ചാടി ഒറ്റക്കുത്ത്. ഗുണനചിഹ്നം പോലെ പിടിച്ച തൻ്റെ കൈപ്പൂട്ടിനിടയിൽ ശത്രു തങ്കത്തിൻ്റെ കുത്തു തടഞ്ഞു. ചോരയുണങ്ങിയ കത്തിമുന അയാളുടെ കണ്ണുകൾക്ക് നേരെ മുന്നിൽ. നിമിഷനേരത്തെ ബലപരീക്ഷണം. തുടർന്ന് അയാൾ തങ്കത്തിൻ്റെ കാലിൽ തട്ടിക്കൊണ്ട് കൈപ്പൂട്ട് വിടർത്താതെ തിരിച്ചു. ഇരുവരും ഒന്നിച്ചു കറങ്ങി താഴേക്ക് മറിഞ്ഞു. അവിടെ കിടന്ന് പിടിച്ചുരുണ്ടു. പൊടി ഉയർന്നു തുടങ്ങി. തങ്കത്തിൻ്റെ കത്തിയും പോയി. പിന്നെ ഇരുവരും ചാടി എഴുന്നേറ്റു. ഘോര സംഘട്ടനം. പൊടിപടലങ്ങൾക്കിടയിൽ അത് കാണാൻ പറ്റാത്ത അവസ്ഥയായി. 2 കാട്ടുപോത്തുകളുടെ യുദ്ധം പോലെയാണ് വിശുജാലയ്ക്ക് തോന്നിയത്. വാ തുറന്നുകൊണ്ട് നിൽക്കാതെ പൊടി. അവിടെ നിന്നിരുന്നവരിൽ ഒരാൾ അവളോട് കൽപ്പിച്ചു. പെട്ടെന്ന് സുബോധം വീണ്ടു കിട്ടിയതുപോലെ വിശുജാല തൻ്റെ ബാഗും എടുത്തുകൊണ്ട് ഓടി. ഫോൺ മാത്രം എടുക്കാൻ പറ്റിയില്ല. കുന്നിറങ്ങുന്നതിന് മുൻപ് പിന്നിൽ അലർച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. തങ്കത്തിൻ്റെ നെഞ്ചിൽ ഒരാൾ വാൾ കുത്തിയിറക്കുന്നു. അവൻ പിന്നോട്ട് മറിയുന്നു. വീണുപോയ തങ്കത്തിൻ്റെ നെഞ്ചിലേക്ക് വീണ്ടും വാൾ താഴ്ത്തുകയാണ് ശത്രു. ചാകാൻ പോകുന്ന ഒരു മാട് കൈകാലടിച്ച് പിടയുന്നതുപോലെ തങ്കത്തിൻ്റെ പിടച്ചിൽ. തൊണ്ടക്കുഴിയിൽ പിടയുന്ന അലർച്ചയുടെ വികൃത ശബ്ദം. വിശുജാല താഴേക്കോടി. വഴി അറിയില്ലെങ്കിലും താഴെ കണ്ട റെയിൽവേ ട്രാക്കിലെത്തി. അവിടെ ഒരു ട്രെയിൻ കിടക്കുന്നതും കുറച്ചകലെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്നതും കണ്ടു. പാളത്തിൻ്റെ നടുവിലൂടെ അവൾ റോഡിലേക്കോടി. നേരം പുലരുകയാണ്. റോഡിലെത്തിയിട്ട് അവൾ തിരിഞ്ഞ് സൈനൈഡ് ഹില്ലിൻ്റെ നെറുകയിലേക്ക് ശ്രദ്ധിച്ചു. ഇരുട്ടിൻ്റെ നിറമുള്ള ഒരു വാഹനം പൊടിയിളക്കിക്കൊണ്ട് കുന്നിറങ്ങി മിന്നൽ വേഗത്തിൽ പാഞ്ഞു പോകുന്നു. മുന്നിൽ കണ്ട റോഡിലൂടെ അവൾ ദിക്കറിയാതെ നടന്നു. എതിരെ വന്ന കാലി ഓട്ടോ കൈ കാണിച്ചു നിർത്തി. 5 ലൈറ്റ്സ് എന്ന പേര് അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ബാഗിൽ നിന്ന് നാഗരാജൻ്റെ അഡ്രസ് തപ്പിയെടുത്ത് പറഞ്ഞുകൊടുത്തു. അവൾ സൈനൈഡ് ഹില്ലിൽ നിന്നാണ് വന്നതെന്ന ഒരു സൂചന പോലും ഓട്ടോ ഡ്രൈവർക്ക് കിട്ടിയില്ല. വിശുജാല പറഞ്ഞു നിർത്തി.
ശ്വാസം അടക്കിപ്പിടിച്ച് കേട്ടിരിക്കുകയായിരുന്നു അപൂർവയും ആശയും. കോടിലിംഗേശ്വരം ക്ഷേത്രത്തിൽ വീണ്ടും മണിമുഴങ്ങി. അപ്പോൾ തങ്കത്തിനെ കൊന്നതാരാണെന്ന് ചേച്ചിക്കറിയില്ല അല്ലേ? അപൂർവ ശബ്ദം താഴ്ത്തി. ഇല്ല, ഞാനവരെ ആദ്യം കാണുകയല്ലേ. അപ്പോൾ നിങ്ങളെ അവിടേക്ക് കൊണ്ടുപോയ ഓട്ടോ ഡ്രൈവറാണ് ചേച്ചിയെ തിരക്കി വന്നവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. ആശ പിറുപിറുത്തു. അതെ, വിഷുജാല തലയാട്ടി. അയാളെ നിങ്ങൾക്കറിയാമോ? ഇല്ല ചേച്ചി. അപൂർവ തല വെട്ടിച്ചു. ഈ കോളാറിൽ എത്രയോ ഓട്ടോകളുണ്ട്. ഒരുപക്ഷെ സുന്ദരന് അറിയാമായിരിക്കും. അത് നേരാ. എങ്കിലും ചോദിക്കണ്ട കേട്ടോ. വിഷുജാല എഴുന്നേറ്റു. നേരം ഒത്തിരിയായി, നമുക്ക് പോകണ്ടേ? ആശയ്ക്ക് തിടുക്കമായി. ക്ഷേത്രത്തിൽ പിന്നെയും തിരക്ക് കൂടിക്കൊണ്ടിരുന്നു. അവർ പുറത്തേക്ക് നീങ്ങി. സുന്ദരൻ കാത്തിരിക്കുകയായിരുന്നു. പേടികൊണ്ടോ എന്തോ ആശ ആദ്യം ഓട്ടോയിൽ കയറി. വിഷുജാല ഒരു കാലകത്തേക്ക് വെച്ചതേയുള്ളൂ. അടുത്ത നിമിഷം പിന്നിൽ നിന്നൊരു വിളി കേട്ടു. ഏയ്, ഒന്ന് നിന്നേ. വിഷുജാലയും അപൂർവയും ഒന്നിച്ച് തിരിഞ്ഞു നോക്കി. ഇരുവരും കിടുങ്ങി. ആ ഓട്ടോ ഡ്രൈവർ, തന്നെയും തങ്കത്തെയും ഹില്ലിലേക്ക് കൊണ്ടുപോയവൻ. വിഷുജാല പൂക്കുല പോലെ വിറച്ചു. സുന്ദര, വേഗം വണ്ടിയെടുക്ക്. അവൾ അകത്തേക്ക് പാഞ്ഞു കയറി. പിന്നാലെ അപൂർവയും. സുന്ദരന് പന്തികേട് മണത്തു കഴിഞ്ഞിരുന്നു. ഒന്നും ചോദിക്കാനുള്ള സാവകാശമില്ലാതെ അവൻ തിടുക്കത്തിൽ വണ്ടി മുന്നോട്ടെടുത്തു. എടാ, നിർത്തട വണ്ടി. അയാൾ പിന്നാലെ ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ റോഡിലെത്തി. സുന്ദരൻ റിയർവ്യൂ മിററിലൂടെ നോക്കി. അയാൾ പിന്തിരിഞ്ഞോടുന്നതും തൻ്റെ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്യുന്നതും മിന്നായം പോലെ കണ്ടു. അടുത്ത നിമിഷം മിന്നലിൻ്റെ ഒരു ചീള് പോലെ ആ ഓട്ടോയും സുന്ദരൻ്റെ വണ്ടിക്ക് പിന്നാലെ കുതിച്ചു. എല്ലാം അവസാനിക്കുകയാണെന്ന് വിഷുജാലയ്ക്ക് തോന്നി. അടുത്ത ഭാഗം നാളെ.